കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം പറയുന്നു. ഞാൻ ചിന്തിക്കായിരുന്നു ഇങ്ങനെ ഒരു സൂം എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനും ഈ ഒരു സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ലോക്ക്ഡൗൺ ഇല്ലാതിരുന്നപ്പോഴേക്കാളും ഫ്രൂട്ട്ഫുൾ ആയിട്ടാണ് എനിക്ക് ചില സമയത്ത് തോന്നുന്നത്. കാരണം കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റുന്ന മാത്രമല്ല, ഞാൻ തന്നെ ഒരു ദിവസം 3 പ്രസംഗങ്ങളാണ്. ഞാൻ അവിടെ വന്നിരുന്നെങ്കിൽ ഒരു പ്രസംഗം ഉണ്ടാവുമായിരുന്നുള്ളൂ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഒരു ദിവസം 3 പ്രസംഗം. അപ്പൊ എല്ലാം ദൈവം ഏത് തിന്മയുടെ നടുവിലും ഒരു നന്മ ഉളവാക്കാൻ ദൈവത്തിന് പറ്റും. നമ്മൾ തിന്മയെന്ന് വിചാരിക്കുന്നിടത്തെല്ലാം ദൈവത്തിന് ഒരു നന്മ ഉളവാക്കാനുണ്ടാവും. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. റോമാലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട 2 വാക്കുകൾ നമ്മൾ തുടങ്ങിയത് അവിടെയാണ്. അപ്പോസ്തല ഉപദേശത്തെ കുറിച്ച് പറയുമ്പോൾ പാപത്തിന്റെ ദാസ്യത്വവും നീതിയുടെ ദാസ്യത്വവും. ഇവിടെ ഈ പാപത്തിന്റെ ദാസ്യത്വം നീതിയുടെ ദാസ്യത്വം എന്ന് പറയുന്നതിനകത്ത് നമുക്ക് ഇന്ന് വളരെ ശ്രദ്ധിക്കണം. ഞാനിത് പറയുന്നത് കാരണം ഇത്തിരി കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ കൃപയുടെ വാഴ്ച, നീതിയും കൃപയും എല്ലാം എങ്ങനെ ഒന്നിച്ചു പോകുന്നു എന്നുള്ള കാര്യം. ഞാൻ ഈ പറഞ്ഞ ശേഷം ഈ ബൈബിൾ ഒന്ന് വായിച്ചാൽ മതി, അത് കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മൾ ഈ സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനെ കുറിച്ച് ചിന്തിച്ചാൽ ആദ്യം നമ്മൾ പറയേണ്ടത് ദൈവത്തിന്റെ ഒരു നീതി, മനുഷ്യർക്ക് അസാധ്യമായ ഒരു നീതി വെളിപ്പെട്ടു. പക്ഷെ ആ വെളിപ്പെട്ടത് പാപത്തിന്റെ ദാസന്മാരായിരുന്നവർക്ക് വേണ്ടിയാണ്. അപ്പൊ പാപത്തിന് ദാസന്മാരായിരുന്ന ഒരു കൂട്ടം ആളുകളുടെ ഇടയിലേക്ക് ക്രിസ്തു വന്ന് ദൈവത്തിന്റെ നീതി, മനുഷ്യർക്ക് അസാധ്യമായ ദൈവത്തിന്റെ നീതി സുവിശേഷമായിട്ട് പ്രസന്റ് ചെയ്തു. അപ്പോൾ ആ നീതി മനുഷ്യരെ തകർക്കുകയും പാപബോധം വരുത്തുകയും ചെയ്തു. എന്നിട്ട് കർത്താവ് ഒരു പ്രത്യേക ഉപദേശ രൂപം അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചിട്ട് ഈ പാപത്തിന് ദാസന്മാരായിരുന്ന എല്ലാവരെയും ഈ ദൈവിക നീതിക്ക് അടിമകളാക്കും, സ്ലേവ്സ് ആക്കും. അപ്പോഴും ഈ ദൈവിക നീതി നമ്മുടെ കഴിവിനൊക്കെ മുകളിലാണ്, പക്ഷെ നമ്മൾ അടിമകൾ. സ്ലേവ്സ് ടു റൈച്ചസ്നെസ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. എങ്ങനെയാണ് നമ്മൾ നീതിയുടെ ദാസന്മാരായിരിക്കുന്നതെന്ന് നമുക്ക്. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ പോലെ ഒരു വര, ഈ വരയുടെ മുകളില് ദൈവത്തിന്റെ ഈ ഒരു ലൈൻ ദൈവത്തിന്റെ നീതി നമുക്ക് പറയാം, ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ്. അപ്പൊ സുവിശേഷത്തിലൂടെ വെളിപ്പെട്ട് വരുന്ന ആ നീതിയാണ് ഏതാ? ക്രിസ്തുവിന്റെ നീതി. മോശയുടെ ന്യായപ്രമാണം വന്നത് കൽപ്പനകളിലൂടെ, അതായത് ചെയ്യാൻ പറ്റുന്ന അനുസരിക്കാവുന്ന കൽപ്പനകളിലൂടെയാണ് വന്നത്. അത് ആ ലൈൻ വേണമെങ്കിൽ നമുക്ക് ഇത് പറയാം. അപ്പൊ നമുക്കിപ്പോൾ വെളിപ്പെട്ടിരിക്കുന്ന നീതി എന്ന് പറയുന്നത് മോശയുടെ നീതിയല്ല. മോശയുടെ നീതി ഒരു നിഴലായിരുന്നു. ആ നിഴലിന്റെ പൊരുളാണ് ക്രിസ്തുവിന്റെ വെളിപ്പെട്ടിരുന്നത്. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലായിരുന്നു, അതിന്റെ സാക്ഷാൽ സ്വരൂപമല്ലായിരുന്നു. അപ്പൊ വരാനുണ്ടായിരുന്ന നന്മ എന്ന് പറയുന്ന കർത്താവാണ്. ആ കർത്താവിന്റെ നീതിയാണ് വെളിപ്പെട്ട് വരുന്നത്. അപ്പോൾ പരീശന്മാരെ സംബന്ധിച്ച്, ന്യായശാസ്ത്രികളെ സംബന്ധിച്ച് അവർക്ക് ഈ നീതി വരെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. മോശയുടെ ന്യായപ്രമാണത്തിൽ പ്രവൃത്തിയാൽ വരുന്ന നീതി, ഈ പ്രവൃത്തിയാൽ വരുന്ന നീതി മാത്രമേ അവർക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. 9-ാം അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇസ്രായേൽ മക്കൾ ഇടറിപ്പോയത്. ഈ പ്രവൃത്തിയാലുള്ള നീതി കാരണം എങ്ങനെയാണ് ഇടറിപ്പോയത് 9-ാം അധ്യായത്തിൽ പൗലോസ് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ, നമുക്കിതിനെ ഒരു വെയിറ്റ് കൊടുക്കുകയാണെങ്കിൽ, ഒരു മനുഷ്യന് എടുക്കാൻ പറ്റുന്ന വെയിറ്റ്, ഇത് ഒരു കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു വെയിറ്റ്, ഞാൻ ചുമ്മാ ഒരു സംഖ്യ എടുക്കുകയാണ്. ഇരിക്കട്ടെ, ഒരു 30 കിലോ എന്നായിക്കോട്ടെ. വിത്ത് ഓൾ യുവർ എഫേർട്ട്. ചുമട്ട് തൊഴിലായിട്ട് ചെയ്യുന്നവരുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്, നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ എന്ന് പറഞ്ഞാൽ ഇക്കാര്യത്തിൽ അഭ്യാസികളല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്. മാക്സിമം ഒരു കൈ കൊണ്ട് 30 കിലോ പൊങ്ങൂലെന്ന് എനിക്കറിയാം, എന്നാലും നല്ല ആരോഗ്യമുള്ളവരുണ്ട്, ചിലപ്പോൾ 2 കൈയും കൂട്ടി ആയിക്കോട്ടെ. ഇതാണ് ഒരു മനുഷ്യനെ കൊണ്ട് പറ്റുന്ന ന്യായപ്രമാണം എന്ന് പറയുന്നത്. ഈ ന്യായപ്രമാണം അനുസരിക്കാൻ വേണമെങ്കിൽ നമുക്ക് മനുഷ്യരെ നിർബന്ധിക്കാം, കുഴപ്പമില്ല. കാരണം അത് ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം മോശ പറയാണ് ഞാൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ചെയ്യണം. അതുകൊണ്ട് മാതാപിതാക്കൾ പിള്ളേരോട് പറയാണ് ഞങ്ങൾ ഇതനുസരിച്ച് പോകുന്നതാണ്, അതുകൊണ്ട് തലമുറയായിട്ട് നിങ്ങൾ ഇതനുസരിക്കണം. അപ്പൊ തലമുറകളായി അനുസരിക്കാൻ വേണ്ടി കൈമാറ്റം ചെയ്യപ്പെടുന്ന മനുഷ്യരാൽ സാധ്യമായ
മനുഷ്യരുടെ പ്രവൃത്തികളാൽ വരുന്ന ഒരു നീതിയാണിത്. നമുക്ക് ഇതിനൊരു റെഫറൻസ് വേണമെങ്കിൽ നമുക്ക് ഫിലിപ്പിയ ലേഖനം 3:6 വായിക്കാം. ഫിലിപ്പിയ ലേഖനം 3:6. ഞാൻ ഒരു നിമിഷം ഞാൻ എടുക്കട്ടെ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദ്യൻ. അനിന്ദ്യൻ എന്ന് പറഞ്ഞാൽ ബ്ലെയിംലെസ്. ന്യായപ്രമാണത്തിലെ നീതി, അതായത് മോശയുടെ പ്രമാണത്തിലെ നീതി സംബന്ധിച്ച് ഞാൻ അനിന്ദ്യനാണ്, ബ്ലെയിംലെസ്. അപ്പൊ പോൾ എവിടെ ഇരിക്കുന്നതെന്നറിയാം? പോളിന്റെ പൊസിഷൻ, റൈച്ചസ്നെസ് പൊസിഷൻ എന്ന് പറയുന്നത് ഈ വരയിലാണ്. ഈ വരയിലാണ് പോൾ നിൽക്കുന്നത്. ഇതാണ് പോൾ. നമ്മളൊക്കെ എവിടെയാണെന്ന് അറിയാൻ മേല, അത് അവരവർ കണ്ടുപിടിക്കണം. അത് 9-ാമത്തെ അധ്യായം വരുമ്പോൾ നമുക്ക് വിശദമായിട്ട് ഇത് കാണാം, നമ്മൾ എവിടെ നിൽക്കുന്നത് എന്നുള്ള കാര്യം. അപ്പൊ പൗലോസ് പറയാണ്, ന്യായപ്രമാണത്തിലെ ഈ നീതി സംബന്ധിച്ച് ഐ എം ബ്ലെയിംലെസ്, അനിന്ദ്യനാണ്. ഈ ന്യായപ്രമാണത്തിലെ നീതി വരെ എത്താൻ പൗലോസിന് ഉപകാരപ്പെട്ടിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അതാണ് അതിന്റെ 4-5 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നത്. എന്ത് കാരണത്താലാണ് പൗലോസിന് ഇത് ഈസി ആയിട്ട് കഴിഞ്ഞത്? 5-ാം വാക്യം പറയാണ്, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചു. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, പൗലോസ് ഇവിടെയൊക്കെ എത്താനുള്ള കാരണം ഇത്രയും റിസോഴ്സസ് ഉണ്ടായിരുന്നു അവന് ചെറുപ്പത്തില്. ഇതെല്ലാം പരിശീലനമുണ്ട്. ന്യായപ്രമാണം അനുസരിക്കാനും അതിന്റെ കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനുമുള്ള പരിശീലനം ലഭിച്ച ഒറിജിനൽ യഹൂദനാണ് പൗലോസ്. അപ്പൊ അത്രയും കൊണ്ട് പൗലോസ് എവിടെ എത്തിയെന്നറിയാം? എല്ലാ റിസോഴ്സസ് ഉപയോഗിച്ച് ന്യായപ്രമാണം സംബന്ധിച്ച് ബ്ലെയിംലെസ് ഈ പൊസിഷൻ വരെ എത്തി. അപ്പൊ നമ്മളും ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മളെ ചെറുപ്പത്തിലെ വളർന്നു വന്ന അന്തരീക്ഷം, മാതാപിതാക്കൾ പഠിപ്പിച്ച നല്ല കാര്യങ്ങൾ, അതുപോലെ പ്രാർത്ഥന, ചെറുപ്പത്തിൽ ശീലിച്ച പ്രാർത്ഥനകൾ, മിക്കവാറും ആൾക്കാർ പെന്തക്കോസ്റ്റിൽ നിന്ന് തന്നെ വന്ന ആൾക്കാരുടെ കാര്യമാണ് പ്രത്യേകിച്ച്. അപ്പൊ അവരതുകൊണ്ട് കുറെ ഗുണങ്ങളുണ്ട്. കള്ളുകുടിയില്ല, സിഗരറ്റ് വലിയില്ല, അങ്ങനെ ഇപ്പൊ പിള്ളേരൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ കേട്ടു, ഇല്ല എന്നങ്ങ് വിചാരിക്കാം. ഓക്കെ, അപ്പം ഒരുവിധം മാന്യമായ ജീവിതം, സിനിമ കാണുക, തിയേറ്ററിൽ നടക്കുക, ഇങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല, ക്ലീൻ. അതെങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരു പ്രാക്ടീസ്, നമ്മുടെ ചെറുപ്പത്തിലെ പാരമ്പര്യം, പിന്നെ മാതാപിതാക്കളുടെ സ്വഭാവം. നമ്മൾ ഒരുമാതിരി ഡീസെന്റ് ആയിട്ടുള്ള സിവിലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഒരുവിധമുള്ള മാന്യത നമ്മുടെ വീട്ടിലുണ്ട്. അപ്പൊ അവിടെ നിന്ന് വന്ന ആളുകൾ എന്നുള്ള രീതിയിൽ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റില്ലെങ്കിൽ ചെറുപ്പത്തിലെ തന്നെ ശിശുപ്രതിഷ്ഠ കഴിഞ്ഞവൻ, പിന്നെ എല്ലാ പ്രാവശ്യം സൺഡേ സ്കൂളിൽ കൃത്യമായിട്ട് പോയവൻ, പാട്ട് മത്സരത്തിലെല്ലാം കൃത്യമായിട്ട് പാടിയവൻ, ഇങ്ങനെ അഭിമാനിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മുടെ പിള്ളേർക്ക്. പിന്നെ വെറുതെ വരുമ്പോൾ ടാലന്റ് ടെസ്റ്റിൽ പങ്കെടുത്തവൻ, അല്ലെങ്കിൽ വർഷിപ്പ് ലീഡ് ചെയ്തവൻ, കീബോർഡ് വായിച്ചവൻ, ഇങ്ങനെ പല പല ക്വാളിറ്റീസ് ഒക്കെ ചേർന്നാണ് നമ്മൾ ഇന്നത്തെ പെന്തക്കോസുകാരനാക്കി മാറ്റിയേക്കുന്നത്. അപ്പം അതിന്റെ ഒരു നീതി പൂർത്തിയാക്കാനുള്ള ട്രെയിനിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പൗലോസ് വളർന്നു വന്നപ്പോൾ, ആ ഒരു മതാന്തരീക്ഷത്തിൽ അവൻ വളർന്നു വന്നപ്പോൾ അവന് ആ ഒരു മതത്തിന്റെ നീതി പുലർത്താൻ എളുപ്പമായിരുന്നു. അവൻ അങ്ങനെ ചെയ്തു. എന്നിട്ട് പറയാണ്, അതിനകത്ത് വളരെ കഠിനാധ്വാനം ചെയ്തിട്ട്, പൗലോസ് സാധാരണ ഒരു യഹൂദനായിരുന്നില്ല, കഠിനാധ്വാനം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത് അവനൊരു നീതി സമ്പാദിച്ചു. അത് ബ്ലെയിംലെസ്, അതിൽ കുറ്റമില്ലാത്തവൻ എന്നുള്ള പേരും കിട്ടി. 9-ാം വാക്യം വായിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും വേദന തോന്നും. 9-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് നേരെ വേറൊരു കാര്യമാണ്. നീതിയുമായിട്ട് നോക്കുമ്പോൾ 9-ാം വാക്യം ഇങ്ങനെ പറയുന്നു. 7-8 നമുക്ക് വായിക്കാം, ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. അത് ഇതിന് ശേഷം വായിച്ചാൽ കുറച്ചുകൂടെ മനസ്സിലാവും. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല. ഈ ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതി അല്ല എന്ന് പൗലോസ് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യായപ്രമാണം അനുസരിക്കുന്ന പൗലോസാണ്. അപ്പൊ പൗലോസിന്റെ മെറിറ്റ ആരാ ഇത് അനുസരിച്ചത്? പൗലോസാ. ജഡത്തിൽ പുകഴാനുള്ള ഒരു കാര്യമാണ് പൗലോസ് പറയുന്നത്. അതായത് ഞാൻ ഇതെല്ലാം അനുസരിക്കുന്നവനാണ് എന്ന് ജഡത്തിൽ പുകഴുവാ പൗലോസ് ചെയ്യുന്നത്. ഇന്നും പല ആളുകളും ജഡത്തിൽ പുകഴുന്നവരുണ്ട് അനുസരണത്തിന്റെ പേരിൽ. അതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ അനുസരിക്കാൻ സഹായിച്ചത് എന്താണ്? അവരുടെ ബ്രിങ്ങിങ് അപ്പ് ആണ്, ജഡമാണ്. അവരുടെ പേരൻസ്, അവരുടെ സാഹചര്യം, അവരുടെ പാരമ്പര്യം, അവർ വളർന്നു വന്ന വീടിന്റെ അന്തരീക്ഷം, നാടിന്റെ അന്തരീക്ഷം, അവർ വളർന്നു വന്ന കൾച്ചർ, ഇതെല്ലാം കൂടെ ചേർന്നാണ് അവരെ ഈ പൗലോസിന്റെ ആ ഒരു തലത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അതിൽ ബോസ്റ്റ് ചെയ്യാം. പൗലോസ് എനിക്ക് വേണമെങ്കിലും ബോസ്റ്റ് ചെയ്യാം, ആ അനുസരണത്തിൽ ബോസ്റ്റ് ചെയ്യാം. പക്ഷെ എന്ത് പറ്റിയെന്നറിയോ? ബോസ്റ്റൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 9-ാം വാക്യത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് പൗലോസ് വരുന്നത്. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടത്. ലക്ഷ്യം മാറിപ്പോയി. ഇവിടെ എനിക്ക് എങ്ങനെയെങ്കിലും നീതി പ്രവർത്തിച്ച് ദൈവമേ എന്നെ നോക്ക്, ഞാൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാനുള്ള അഹങ്കാരമാണ് ഇവിടെ ഉള്ളത്. എന്നാൽ ഈ ലൈനിലേക്ക് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, സുവിശേഷത്തിന്റെ നീതി വെളിപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും
പൗലോസിന് ഇത് ഒരു മ്ലേച്ഛമായിട്ട് തോന്നും, മ്ലേച്ഛമായ ഒരു ലൈനായിട്ട് തോന്നുക. അയ്യോ എന്ന് പറയിപ്പിക്കുക. അവൻ എവിടെ എത്തി എന്നുള്ള ലെവലിനെ കുറിച്ച് പൗലോസിന് വിഷമം തോന്നുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ പൗലോസ് 9-ാം വാക്യത്തിൽ പറഞ്ഞ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണം അനുസരിച്ചത് കൊണ്ടുള്ള എന്റെ സ്വന്തം നീതി അല്ല, എനിക്ക് സ്വന്തമായി കിട്ടിയ മെറിറ്റോറിയസ് റൈച്ചസ്നെസ്, എന്റെ മെറിറ്റിനാൽ എനിക്ക് ലഭിച്ച നീതി അല്ല എനിക്ക് വേണ്ടത്. പിന്നെയോ ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച്. അപ്പൊ ഏത് നീതി വേണം? റൈച്ചസ്നെസ് ഓഫ് ഗോഡ് റിവീൽഡ് ഫ്രം ഫെയ്ത്ത് ഫോർ ഫെയ്ത്ത്. ഇത് വേണം. പ്രവൃത്തിയാലുള്ള നീതി മെറിറ്റോറിയസാ, അത് അവന്റെ സ്വന്തമാണ്, അതിലവൻ വേണമെങ്കിൽ പുകഴാം. പക്ഷെ ആ നീതിയിൽ എത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ബുദ്ധിയും വിവേചന ശക്തിയും നമ്മുടെ ജഡവുമാണ്. അപ്പോൾ പൗലോസ് ഈ ഒരു അനുസരണത്തിൽ പുകഴുന്ന ഒരവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ അവൻ ക്രിസ്തുവിനെ നേടുന്നില്ല, അവന്റെ പ്രവൃത്തികളിൽ അഭിമാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ പുകഴുന്നില്ല എന്ന് പൗലോസ് ഇവിടെ പറയും. നമുക്ക് ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണം. അപ്പം നമ്മൾ ലോകത്തിൽ ഏത് മനുഷ്യനും പുകഴാനൊന്നുമില്ല, കാരണം എന്ത് പ്രവൃത്തിയിലും പുകഴാനില്ല. കാരണം ആ പ്രവൃത്തിയുടെ പുറകിൽ ഒരു ജഡം വളരെ ശക്തമായിട്ടുണ്ട്. ഞാനൊരു ദിവസം നമ്മൾ കഴിഞ്ഞ ദിവസമാണ് കൗണ്ടർ ഫോഴ്സ് ഇല്ല 7-ാം അധ്യായം വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് കാണും. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതിന് തുല്യവും വിപരീതവും ഒരു പ്രതിപ്രവർത്തനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഐസക് ന്യൂട്ടന്റെ പ്രിൻസിപ്പിൾ എന്താണ്? ടു എവരി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. നമ്മൾ എത്ര നന്മ ചെയ്താൽ അതനുസരിച്ച് എന്നെ പുകഴ്ത്തുന്ന, സ്വയം അഭിമാനിക്കുന്ന, മാനസാന്തരപ്പെടാൻ പറ്റാത്ത, തകർക്കപ്പെടാത്ത, ഞാൻ നീതിമാനും മറ്റുള്ളവർ അത്ര ആയിട്ടില്ല എന്നും തോന്നിപ്പിക്കുന്ന ഒരു പ്രത്യേക തരം ഫാരിസായിസം എന്റെ ഉള്ളിലേക്ക് കടന്നു വരികയും ഞാൻ പുൾപിറ്റിൽ കയറിയാൽ പിന്നെ ബാക്കിയുള്ളവരെല്ലാം മോശക്കാരെന്ന് എനിക്ക് തോന്നുകയും ഞാൻ അനുസരിക്കുന്നവനെന്ന് എനിക്ക് തോന്നുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കൃപയ്ക്ക് അധീനരല്ലെങ്കിലുള്ള പ്രോബ്ലം. കൃപയ്ക്ക് അധീനരാകുന്നവർക്ക് മാത്രമേ തകർന്നവരോട് സംസാരിക്കാൻ പറ്റുള്ളൂ, പാപികളോട് ഇടപെടാൻ പറ്റുള്ളൂ. പ്രമാണത്തിന് അധീനരായവർ ഹൃദയത്തിൽ തടിച്ചവരാണ്, അവർക്ക് പാപികളോട് ഇടപെടാൻ പ്രയാസമാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സുവിശേഷം പാപികൾക്കുള്ളതല്ല, സ്വയമായി നീതി ഉണ്ടായി എന്ന് വിചാരിക്കുന്നവർക്കുള്ളതാണ്. പൗലോസ് പറയാണ്, എനിക്കിത് വേണ്ടേ വേണ്ട, ഐ എം ഫെഡ് അപ്പ് വിത്ത് ഇറ്റ്. എനിക്കത് ഭയങ്കരമായ ഒരു വൃത്തികേടായിട്ട് തോന്നുന്നു. എനിക്ക് ക്രിസ്തുവിന്റെ നീതി വെളിപ്പെട്ട് കിട്ടിയ ശേഷം ക്രിസ്തു എന്നിൽ ഉരുവായി അവന്റെ നീതിയിലേക്ക് ഞാൻ എത്തണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് 30 കിലോ അല്ല, അത് 300 കിലോയാണ്. അവിടെ ഞാൻ നിസ്സഹായനാണ്, ബലഹീനനാണ്. പക്ഷെ എനിക്കത് കിട്ടിയേ പറ്റൂ. പിടിക്കാമോ എന്ന് വിചാരിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. 9-10 വായിക്കുമ്പോൾ അതെങ്ങനെയാ ഈ റോമാലേഖനത്തിന്റെ ഒരു എക്സാക്ട് റിഫ്ലക്ഷൻ ആണ് ഫിലിപ്പ് ലേഖനം 3. എന്താണ് മാനസാന്തരം, എന്താണ് നീതി, നീതിയിലേക്ക് എങ്ങനെയാണ് പോകുന്നത്, അതേ കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് നോക്കാം എങ്ങനെയാണ് പൗലോസ് ഈ നീതിയിലേക്ക് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് 9-ാം വാക്യമാണ്, ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടു. അപ്പൊ എങ്ങനെയാ സാധിക്കുന്നത്? നമ്മൾ ഇന്നലെ കണ്ടു, ഇഫ് യു ഡോണ്ട് പാർട്ടേക്ക് ഇൻ ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ് യു ആർ നോ പാർട്ടിസിപ്പേഷൻ ഇൻ ഹിസ് റിസറക്ഷൻ. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട്. അപ്പൊ എങ്ങനെയാ ക്രിസ്തുവിന്റെ നീതിയിലേക്ക് പോകുന്നത്? നോട്ട് ഇൻ ദ ഫ്ലഷ്, ആ ഫ്ലഷിനെ മരണത്തിനെ ഏൽപ്പിച്ചിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും അങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്നും വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറുന്നു. എനിക്ക് വേണമെങ്കിൽ ഇഷ്ടം പോലെ പുകഴാം. ജഡത്തിൽ നോക്കിയാൽ ന്യായപ്രമാണത്തിൽ ഒരു തെറ്റും ഞാൻ വരുത്തിയിട്ടില്ല. പക്ഷെ ക്രിസ്തുവിനെ എനിക്ക് വെളിപ്പെട്ട് കിട്ടിയപ്പോൾ ഞാൻ തകർന്നു പോയി. കാരണം ദൈവം പ്രസാദിക്കുന്ന നീതി
എന്റെ ശരീരത്തിൽ ഉണ്ടാവുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാന്നറിയാം, എല്ലാത്തിനെയും ചവർന്ന് വിചാരിച്ച് ആ ഒരൊറ്റ കാര്യം പിടിക്കാൻ വേണ്ടി ഓടുക. അപ്പോൾ പോൾ ഈസ് റണ്ണിങ് ഫ്രം ഹിയർ ടു ഹിയർ, ഇവിടെ നിന്ന് അങ്ങോട്ടാ. നമ്മളൊക്കെ എവിടെ നിന്നാ ഓടുന്നതെന്ന് അറിയത്തില്ല, പക്ഷെ രക്ഷിക്കപ്പെട്ടാൽ നമ്മൾ ഇങ്ങോട്ട് ഓടിയേ പറ്റുള്ളൂ. അതിപ്പോ എവിടെ നിന്ന് വേണേലും ഓടാം. ന്യായപ്രമാണം ഉള്ളവനെ രക്ഷിക്കാം, സുവിശേഷത്താൽ വെളിപ്പെടുന്ന നീതിക്ക്. പ്രമാണമൊന്നുമില്ലാതെ ഇവിടെ താഴെ കിടക്കുന്ന ഒരു മഹാപാപിയെ രക്ഷിക്കാം. കാരണം എല്ലാവരും നേരെ ക്രിസ്തുവിലേക്ക് വിശ്വാസത്തിലൂടെ നോക്കിയാൽ മതി. അതുകൊണ്ട് സുവിശേഷത്തിലൂടെ വെളിപ്പെട്ട നീതി വിശ്വാസത്താൽ ആയതുകൊണ്ട് ന്യായപ്രമാണം ഉള്ളവരെ രക്ഷിക്കാം, ന്യായപ്രമാണം ഇല്ലാത്തവരെ രക്ഷിക്കാം. അത്രയേ ശക്തിയാണ് സുവിശേഷത്താൽ വെളിപ്പെടുന്ന നീതിക്ക്. ആരെ വേണേലും രക്ഷിക്കാം. അപ്പോൾ ഇനി ഈ ഒരു സർക്കിൾ നമ്മൾ കടക്കുക. അപ്പൊ എപ്പം നമ്മൾ വിശ്വസിക്കുന്നു, ഈ ന്യായപ്രമാണത്തിന്റെ ബൗണ്ടറി എന്ന് പറയുന്ന മരണമാ വാഴുന്നത്. യു കനോട്ട് ഗോ ബിയോണ്ട് ഡെത്ത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ന്യായപ്രമാണത്തിലെ നിയമങ്ങളെല്ലാം മരണത്തിന് ഇപ്പുറത്തുള്ള ഒരു പ്രോമിസുമായിട്ട് ബന്ധപ്പെട്ട മോശം നൽകിയത്. അപ്പോൾ പ്രോമിസ് അല്ല ഇവിടെയാണ്, ഞാൻ നീതിമാനായിട്ട് ജീവിക്കുമ്പോഴുള്ള പ്രോമിസസ് അല്ല ഇവിടെ ആണെങ്കിൽ ഞാൻ മരണം വരെ സഹിക്കാൻ എന്നെ കൊണ്ട് പറ്റിയല്ല. കാരണം എന്താ, മരിച്ചാൽ പിന്നെ എങ്ങനെ പ്രതിഫലം കിട്ടും? പുനരുത്ഥാനത്തെ കുറിച്ചുള്ള വാഗ്ദത്വം ഇല്ല. എനിക്കാണ് അടുത്ത വർഷത്തെ വിടുതലാണ് പ്രോമിസ്. അപ്പൊ ഞാൻ ഇപ്പോഴേ തല്ലുകൊണ്ട് ചത്ത് തിരിച്ചടിക്കാതിരുന്നാൽ ചത്തുപോയാൽ പിന്നെ അടുത്ത വർഷത്തെ പ്രോമിസ് എങ്ങനെ കിട്ടും? അപ്പൊ ഒരു കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം. ഓക്കെ, അപ്പോൾ ഇവിടെ 30 കിലോ ആയതുകൊണ്ട് അത് പ്രവൃത്തിയാണ്, ചെയ്തേ പറ്റും. കാരണം ഇറ്റ്സ് പോസിബിൾ ഫോർ ഹ്യൂമൻ ബീങ്സ്. എന്നാൽ ഇവിടെ ഇത് 300 കിലോ ആയതുകൊണ്ടും മനുഷ്യരാൽ അസാധ്യമായതുകൊണ്ടും അവിടെ കൃപ വാണാൽ മാത്രമേ പറ്റുള്ളൂ, അല്ലെ നമ്മൾ രക്ഷപ്പെടുക. ദാറ്റ്സ് കോൾഡ് റെയിൻ ഓഫ് ഗ്രേസ്. കൃപ വാഴുമ്പോൾ നമ്മൾ 30 കിലോ വെക്കുന്നവരല്ല, 300 കിലോ വെക്കുന്നവരാണ്. ഇത് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് ഇങ്ങനെ എടുക്കാം. ഞാനൊരു ജോലി ചെയ്യുന്ന ആളാണെന്ന് വിചാരിച്ചു, ഒരു യജമാനന്റെ കീഴിൽ. അപ്പൊ യജമാനന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാൾ എന്നോട് യജമാനൻ പറയാണ്, ഇന്ന് 50 കിലോ ഉള്ള ഒരു വെയിറ്റ് ഉള്ള സാധനം അകത്തുകൊണ്ട് വെക്കണം. ഈ അടിമത്തം, നീതിയുടെ അടിമത്തം എന്താന്ന് പറയാൻ വേണ്ടിയാണ്. 300 കിലോ ആയിക്കോട്ടെ, ആ എക്സാമ്പിൾ കറക്റ്റ് ആയിട്ട് കിടന്നു. അപ്പൊ ഞാൻ ചോദിക്കും, ആരെങ്കിലും സഹായിക്കുമോ? വേറെ ആരെങ്കിലും കൂടെ വിളിക്കുക, ഒരു 6 പേരെ? നോ, അത് പറ്റത്തില്ല, നീ ചെയ്യണം. അപ്പോ ഞാനൊരു ജോലിക്കാരനായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് പറ്റിയില്ല, വേറൊരാളെ നോക്കാൻ പറഞ്ഞു പോകാനും. എനിക്ക് ഈ 300 കിലോ എടുക്കാൻ പറ്റില്ല, എനിക്ക് ഈ നീതി ഒന്നും പറ്റിയില്ല. പറ്റുന്നിടത്തോളം ഒക്കെ ചെയ്യാം. ഞാൻ ഈ 300 കിലോയ്ക്കകത്ത് 6 വിഭജിച്ചല്ലേ 10 വിഭജിച്ചിട്ട് 30 കിലോ കൊണ്ടുപോവാം എന്ന് വേണേ പറയാം ഒരു ജോലിക്കാരന്. പക്ഷെ അടിമയ്ക്ക് ഒന്നും പറയാൻ പറ്റില്ല. When you become a slave to righteousness, ആ 300 കിലോ പൊക്കിയേ പറ്റും. അതിനെയാണ് നമ്മൾ അടിമത്തം എന്ന് പറയുന്നത്. ധൈര്യം ഉണ്ടോ ആ നീതിയിലേക്ക് പോകാൻ? ആ നീതിയിലേക്ക് പോകാൻ ധൈര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം സമ്മതിച്ചേ പറ്റുള്ളൂ, കൃപയാൽ മാത്രം. ഞാൻ ഈ 300 കിലോ പിടിക്കുമ്പോഴും ഉരുണ്ടു വീഴും, പക്ഷെ ദൈവം എന്നോട് കൃപ കാണിക്കും. സത്യം പറഞ്ഞ എന്താ സംഭവിക്കുന്നറിയോ, ഞാൻ കർത്താവിന്റെ നിലവിളിക്കോ, കർത്താവേ എന്നെ കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് നിന്നെപ്പോലെ ജീവിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, ഞാൻ അതിനുവേണ്ടി ഉപവാസം എടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ജീവിക്കുന്നതിന് അതിനു വേണ്ടിയാ, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അപ്പൊ കർത്താവ് പറഞ്ഞ് വിശ്വസിക്കുക, നീയല്ല ഞാൻ എടുക്കാൻ പോകും. ഈ യജമാനൻ തന്നെ വന്ന് ആ 300 കിലോ എടുത്തു മാറ്റിയിട്ട് എഴുതും, ചേസ് ജോസഫ് ഇന്ന് അവന്റെ 300 കിലോ ഫിനിഷ് ചെയ്തിരിക്കും. കൃപ. ഇതാണ് ക്രിസ്തു എനിക്ക് പകരം. ഹി ലിവ്സ് ത്രൂ മീ. അവൻ എന്നിൽ ജീവിച്ച് എനിക്ക് സ്നേഹിക്കാൻ പറ്റാത്തവരെ സ്നേഹിക്കാനും, ക്ഷമിക്കാൻ പറ്റാത്തവരോട് ക്ഷമിക്കാനും, ക്രിസ്തുവിന്റെ നീതിയിൽ എടുക്കാൻ പറ്റാത്ത എടുക്കാനും, ഞാനല്ല എന്നിൽ വസിക്കുന്ന ക്രിസ്തുവിനാൽ അത് സാധ്യമാക്കുന്ന ആ അടിമത്തമാണ്. എനിക്കത് ചെയ്തേ പറ്റൂ. ഐ എം ബൗണ്ട്, ഐ എം എ സ്ലേവ്. ആ നീതി എനിക്ക് പറ്റില്ല കർത്താവെ, എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല കർത്താവെ, ഒന്നും പറയാൻ പറ്റില്ല. യു ആർ ബൗണ്ട്, യു ആർ പർച്ചേസ്ഡ്, യു ഡോണ്ട് ബിലോങ് ടു യുവർ സെൽഫ്, ആൻഡ് യു കനോട്ട് ഹാവ് എൻ എക്സ്ക്യൂസ്.
You cannot say I am just a servant. I don't want this job anymore. You have to obey. അതിനെയാണ് സ്ലേവറി എന്ന് പറയുന്നത്. പത്യോപദേശം നമ്മെ ദൈവത്തിന്റെ നീതിക്ക് അടിമകളാക്കി മാറ്റുമായിരുന്നു. We cannot escape that righteousness. നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, ക്ഷമിക്കാതിരിക്കാൻ പറ്റില്ല, കർത്താവിന് വേണ്ടി മരിക്കാതിരിക്കാൻ പറ്റില്ല, വിട്ടുകൊടുക്കാതിരിക്കാൻ പറ്റില്ല, തോറ്റു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഒരു മനുഷ്യനോട് ആർഗ്യൂ ചെയ്യുമ്പോൾ വിട്ടുകൊടുത്തേ പറ്റൂ, എന്നെ ആക്രമിക്കുന്നതിനെ കെട്ടിപ്പിടിച്ചേ പറ്റൂ, അതല്ല വേറെ വഴിയില്ല. ദാറ്റ്സ് ഓൺലി വേ. പക്ഷെ എന്നെ കൊണ്ട് കഴിയില്ല. അവിടെ കർത്താവ് പറയാം, നോ പ്രോബ്ലം, ഞാൻ ചെയ്തോളാം, വിശ്വസിക്കും. ഇറ്റ്സ് നോ ലോങ്ങർ യു ബട്ട് ഐ. അതാണ് കൃപയുടെ വാഴ്ച എന്ന് പറയുന്നത്. ത്രൂ ഗ്രേസ് വി ഡു തിങ്സ് ദാറ്റ് വി അതർവൈസ് കനോട്ട് ഡു. നമുക്ക് സാധാരണഗതിയിൽ ചെയ്യാൻ പറ്റാത്ത, നമ്മുടെ ഫ്ലഷിൽ എത്തിക്കാൻ പറ്റാത്ത സ്ഥലത്ത് ദൈവത്തിന്റെ കൃപ, ക്രിസ്തുവിന്റെ നീതി നമ്മളിൽ ഉളവാക്കും. അങ്ങനെയാണ് നമ്മൾ അടിമകളാകുന്ന, അടിമത്തെ എൻജോയ് ചെയ്യുന്നത്. ഐ റിജോയ്സ് ബിക്കോസ് ക്രൈസ്റ്റ് ഈസ് ലിവിങ് ഇൻ മീ, ബ്രേക്കിംഗ് മൈ ബാരിയേഴ്സ്. ആ മരണം എന്ന ബാരിയറിനെ തകർത്ത് അതിനപ്പുറത്തേക്കുള്ള ഒരു നീതിയെ വെളിപ്പെടുത്തി വിശ്വസിക്കുമാറാക്കി. ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ, പുനരുത്ഥാനത്തിലെ വിശ്വാസമാണ് നമ്മളെ നീതീകരിക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ? 4th ലെസൺ തീരുമ്പോൾ നമ്മൾ അത് പറഞ്ഞ് അവസാനിപ്പിച്ചു. പുനരുത്ഥാനത്തിലെ വിശ്വാസം നമ്മളെ നീതീകരിക്കുന്നത്. കർത്താവ് പുനരുത്ഥാനം ചെയ്യുന്നുള്ള വിശ്വാസമാണ്. അപ്പൊ കർത്താവ് എഴുന്നേറ്റെങ്കിൽ ഞാനും എഴുന്നേക്കും. അപ്പൊ പിന്നെ ആൾക്കാരെന്നെ തല്ലിക്കൊന്ന എനിക്ക് എന്താ കുഴപ്പം? നോ പ്രോബ്ലം. ഈസ് ഓൺലി അഡ്വാൻസിങ് മൈ റിസറക്ഷൻ. ഈസ് ഓൺലി അഡ്വാൻസിങ് മൈ സാൽവേഷൻ, ബ്രിങ്ങിങ് ഇറ്റ് ക്ലോസർ. അപ്പൊ എനിക്കെന്താ പ്രശ്നം? മരിക്കാത്ത ഒരാള്, ഈ ലോകത്ത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ എല്ലാം അടിച്ച് മാറ്റി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ജീവൻ എടുത്താൽ പ്രോബ്ലം ഇല്ല. കർത്താവ് പറഞ്ഞ് ദേഹത്തെ കൊല്ലാൻ കഴിയുന്നതിനെ ഭയപ്പെടേണ്ട, ദേഹത്തെ നരകത്തിലിടാൻ കഴിയുന്നതിനെ മാത്രം ഭയപ്പെട്ട. We don't have to fear people or death because we have an eternal inheritance. അങ്ങനെ ഒരു നീതി നമുക്കുള്ളത് കൊണ്ട് നമ്മൾ കൃപയുടെ കീഴിലാണ് എപ്പോഴും ഉള്ളത്. അപ്പൊ കൃപയുടെ വാഴ്ച എന്ന് പറയുന്നത് പരീശന്റെയും ശാസ്ത്രിയുടെയും മോശയുടെ എഴുതിയ പ്രമാണത്തിനും അപ്പുറത്തുള്ള ദൈവത്തിന്റെ ആത്മീക പ്രമാണത്തിന് സബ്മിറ്റഡ് ആകുന്ന ആ ഒരു സ്ലേവറിയിൽ സബ്മിറ്റഡ് ആകുന്ന, എല്ലാ വേറെ ഓപ്ഷൻസും കട്ടായി പോയിട്ട് സബ്മിറ്റ് ആകുന്നു. അതായത് എനിക്കൊരു കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് ഐ എം എ സ്ലേവ്. പക്ഷെ എന്നെ കൊണ്ടത് കഴിയത്തുമില്ല. സോ ഐ എം ബ്രോക്കൺ. ഞാൻ അതിനു മുമ്പിൽ നിന്ന് ഇങ്ങനെ കരയോ. എനിക്കൊരു പ്രിയപ്പെട്ട സഹോദരനുണ്ട്, ക്രിസ്തുവിലുള്ള സഹോദരൻ. അദ്ദേഹം ഇന്ത്യക്ക് വെളിയിലുള്ള സ്ഥലത്ത് ഒരു സോഫ്റ്റ്വെയർ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ അദ്ദേഹം കുറെ നാള് വർക്ക് ചെയ്തിട്ട് ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റിയില്ല. സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ അത് ശരിയാക്കി എടുക്കാൻ പറ്റിയില്ല. അപ്പൊ അദ്ദേഹം കമ്പനിയോട് പറയാണ്, എനിക്കിത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ കിറ്റ് ചെയ്തോളാം, നിങ്ങൾ എന്നേക്കാൾ കഴിവുള്ള ഒരാളെ നിയമിച്ചു, കാരണം നിങ്ങൾക്ക് എനിക്ക് ശമ്പളം തരുന്ന നഷ്ടമാണ്. ഈ പുള്ളി എന്ന് പറയാ. അപ്പൊ കമ്പനിയുടെ ഓണർ പറഞ്ഞു, സാരമില്ല, ഇത് പാടാണെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ കുറച്ച് സമയം കൂടെ എടുത്തോ. പുള്ളി അനലൈസ് ചെയ്തിട്ട് പുള്ളി പറഞ്ഞു, എന്നെ കൊണ്ട് ഇത് പറ്റില്ല, ട്രൈ ചെയ്താലും. അതുകൊണ്ട് ഞാൻ ഒരാഴ്ച ഇങ്ങനെ ട്രൈ ചെയ്യാം, പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിട്ടിട്ട് വേറൊരാൾ എടുത്തു. വേറെ ജോലിയൊന്നുമില്ല. പുള്ളിയുടെ മനസ്സിൽ തോന്നുക, ഞാൻ കാരണം ആ കമ്പനിക്ക് ഒരു നഷ്ടം വരും. അപ്പൊ ഞാൻ പുള്ളിയോട് ചോദിച്ചു, നിങ്ങൾക്ക് പകരം ഒരാളുടെ ഹെൽപ്പ് ഇതൊന്ന് കംപ്ലീറ്റ് ആക്കാൻ പ്രൊഫഷണലായിട്ട് അറിയാവുന്ന ആരുടെയെങ്കിലും ഒരു ഹെൽപ്പ് എടുക്കാൻ പറ്റൂ? അങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊന്നും ആരും ഇവിടെ കണ്ടില്ല. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. നമുക്ക് ഒരു പകരക്കാരനുണ്ട്, എ സബ്സ്റ്റിറ്റ്യൂട്ട്. ഞാനല്ല, അവൻ അത്ര ജീവിക്കുന്നു. ഞാൻ അടിമയാണ്, എനിക്ക് ചെയ്തേ പറ്റുള്ളൂ, എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. സോ ഇത് ഞാൻ വേറൊരു പ്രോബ്ലം ചെയ്യാനൊന്നും പറയാൻ പറ്റില്ല, ഇതേ പ്രോബ്ലം ചെയ്തേ പറ്റുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രോബ്ലം എന്തായാലും അത് തന്നെ ഫേസ് ചെയ്തേ പറ്റുള്ളൂ. We don't have an option to change the question paper. We don't have an option to write a wrong answer or a partial answer. നമ്മളത് ചെയ്തേ പറ്റും. That's what we call slavery to righteousness. ഇത് ക്രിസ്തുവിന്റെ വെളിപ്പാടാണ് നമ്മൾ ഈ സ്ലേവറി ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ അടിമത്തത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് വേറെ ഒരു കാര്യത്തിനും തൃപ്തി വരത്തില്ല. അതായത് ഞാൻ 10 രൂപ ഒരു ഭിക്ഷക്കാരനോട് ഒരു തൃപ്തിയും വരില്ല. എന്റെ ദൈവമേ, ഞാൻ അവനെ സ്നേഹിച്ചത് ശരിയായില്ലല്ലോ, അവൻ്റെ അകത്ത് കയറി ഇരിക്കാൻ ഇങ്ങനെ തോന്നും. വി ആർ നെവർ ഗെറ്റിംഗ് സാറ്റിസ്ഫൈഡ് ബൈ എനി വർക്ക്. കൊടുത്തു തികഞ്ഞില്ലല്ലോ, അവന് വേണ്ടി കുറച്ചുകൂടെ അവനെ ഡ്രോപ്പ് ചെയ്യാൻ പോകുമ്പോൾ കുറച്ചുകൂടെ ദൂരെ അവന്റെ വീടിനടുത്ത് തന്നെ ഡ്രോപ്പ് ചെയ്യായിരുന്നു. ഞാൻ എന്റെ ആ തിരക്കെന്നും പറഞ്ഞ് അഭിനയിച്ച്
ഞാൻ പകുതി വഴി വിട്ടു, പക്ഷെ വേണ്ടായിരുന്നു. ഒരിക്കലും നമുക്കത് മതിയാകുന്നില്ല. കാരണം ക്രിസ്തുവിന്റെ നീതി എന്ന് പറയുന്നത് ഒരു അബ്സല്യൂട്ട് അൾട്ടിമേറ്റ് ആണ്. അത് മാത്രം സ്വർഗത്തെ അനുവദിക്കുള്ളൂ, അതിന് താഴെയുള്ള ഒന്നും അനുവദിക്കില്ല. സോ ഐ ഡെസ്പറേറ്റ്ലി നീഡ് എ സബ്സ്റ്റിറ്റ്യൂട്ട്. എനിക്കൊരു പകരക്കാരൻ ഉണ്ടായേ പറ്റുള്ളൂ. ഐ കനോട്ട് ഫിനിഷ് ഇറ്റ്, ഐ നീഡ് ടു ഫിനിഷ് ഇറ്റ്. ഇതാണ് നീതിയുടെ അടിമത്തം എന്ന് പറയുന്നത്. നമ്മൾ അപ്പോസ്തല ഉപദേശം കേൾക്കുന്തോറും ആ നീതി നമുക്കൊരു ബൈൻഡിങ് പ്രിൻസിപ്പിൾ ആയിട്ട് വരിക. ഒരു ഭാര്യ ചിന്തിക്കുക, എന്റെ ഭർത്താവിനോട് പൂർണ്ണമായിട്ട് സബ്മിറ്റ് ആവാൻ എനിക്ക് പറ്റുന്നില്ല. കർത്താവ്, നീ എങ്ങനെ ഈ ലോകത്ത് ജീവിച്ച പിതാവിനോട് പെർഫെക്റ്റ് ആയിട്ട്, നിന്റെ ശരീരം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, പാപത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥ, ക്രൂശിൽ മരിക്കുന്ന അവസ്ഥ, എന്നിട്ടൊരു ഒറ്റ അക്ഷരം പോലും പറയാതെ നീ എങ്ങനെ സബ്മിറ്റഡ് ആയത്? കർത്താവ്, എന്നെ ഒന്ന് പഠിപ്പിക്കണം. നീ തന്നെ എന്റെ ജീവിതത്തിൽ വന്ന സബ്മിഷൻ എന്നെ പഠിപ്പിക്കും. ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഒരു സഹോദരി കഴിഞ്ഞ 2 മാസം മുമ്പ് സാക്ഷ്യം പറഞ്ഞു, ഈ ഒരു വർഷം ഞാൻ കർത്താവിനോട് പറഞ്ഞ, കർത്താവെ, ഞാൻ എൻ്റെ ഇൻലോസിനോടും ഭർത്താവിനോടും പൂർണ്ണമായിട്ടും അൺക്വസ്റ്റ്യൻഡ് സബ്മിഷന് ഒരു വർഷം പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുക. നീ എന്നെ സഹായിക്കണം. അവർ തമ്മിൽ ഒരു പ്രോബ്ലം ഇല്ല, ബട്ട് ഷീ ഈസ് പ്രാക്ടീസിങ് സബ്മിഷൻ. മതിയാകുന്നില്ല. എ സെയിന്റ് ഈസ് നെവർ സാറ്റിസ്ഫൈഡ്. നെവർ സാറ്റിസ്ഫൈഡ്. പിടിച്ചു എന്ന് ഒരിക്കലും തോന്നത്തില്ല. വി ആർ റണ്ണിങ് ബിക്കോസ് ഈ ക്രിസ്തുവിന്റെ നീതി എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് അറ്റ് എ ടാന്റലൈസിങ് ഡിസ്റ്റൻസ്. ടാന്റലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അടുത്തടുത്ത് ചെല്ലുന്തോറും നമ്മൾ വിചാരിക്കും ഇപ്പൊ കിട്ടും, പക്ഷെ ദൂരെ. കാരണം കർത്താവ് എപ്പോഴും ഒരു പെർഫെക്ഷനാണ്. നമുക്ക് ആ പെർഫെക്ഷൻ അടുത്തോട്ട് ചെല്ലുന്തോറും our repentance and our brokenness will increase. അപ്പൊ കൃപയുടെ വാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോൾ വിട്ടു എന്നുള്ളതാണ്. ഐ എം നോ മോർ ഡിപ്പെൻഡന്റ് ഓൺ മൈസെൽഫ്. പിന്നെ ബാക്കി മുഴുവൻ കൃപയാലാണ്. അവിടെ വീഴുന്നുണ്ട്, എഴുന്നേക്കുന്നുണ്ട്, എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്, കർത്താവ് വഴക്ക് പറയുന്നുണ്ട്, ശിക്ഷിക്കുന്നുണ്ട്, കൃപ നമ്മളെ ശിക്ഷിച്ച് വളർത്തുന്നുണ്ട്. പക്ഷെ എന്തായാലും ശരി, കൃപയ്ക്ക് അധീനരാണെങ്കിൽ നമ്മൾ പാപത്തിന്റെ ദാസന്മാരാവില്ല. ഇത് മനസ്സിലായിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു. കൃപയ്ക്ക് അധീനരാണെങ്കിൽ നമ്മൾ ഈ പാപത്തിന്റെ കീഴോട്ട് വരില്ല. ഇത് രണ്ടും ആന്റിതെറ്റിക്കലാണ്, രണ്ട് എക്സ്ക്ലൂസീവ് ഗ്രൂപ്പാണ്. ഒന്നും മറ്റൊന്നിനോട് കണക്ഷൻ ഇല്ല. ഐദർ യു ആർ എ സ്ലേവ് ടു സിൻ, this column, or you are a slave to righteousness, this column. ഇതിന് താഴെ എവിടെ ആയാലും പോകാം. ഇവിടെ എവിടെ ആയാലും ഗ്രേസ് ആണ്. സോ കൃപയുടെ വാഴ്ച നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ വി ആർ ജസ്റ്റിഫൈഡ് ബൈ അവർ സബ്സ്റ്റിറ്റ്യൂട്ട്. നമ്മുടെ പകരക്കാരൻ ക്രിസ്തു ജീവിക്കുന്നു. ഈ ഒരു അവസ്ഥയാണ് നമ്മൾ നീതിയുടെ ദാസ്യത്വം എന്ന് പറയുന്നത്. അപ്പൊ നീതിയുടെ ദാസന്മാർ ഒരിക്കലും എക്സ്ക്യൂസ് പറയില്ല. എന്തിനാ ആ ഭാര്യയോട് നീ ഇത്രയും വഴക്കുണ്ടാക്കിയത്? അത് അവള് പറയുന്ന കേട്ടാ പാസ്റ്ററെ തിരിച്ചു രണ്ട് വർത്താനം പറയാൻ തോന്നിപ്പോ, എന്റെ കൺട്രോൾ പോകും. നോ, യു ആർ അണ്ടർ സിൻ. യു ആർ അണ്ടർ സിൻ. നോട്ട് ക്വസ്റ്റ്യൻ അബൌട്ട് ദാറ്റ്. അതേസമയത്ത് ഇങ്ങനെ പറയുന്ന, എനിക്കറിയത്തില്ല, ഞാൻ ഇപ്പോഴും വേദനിക്കുന്നു, ഞാൻ എന്തിനങ്ങനെ പറഞ്ഞു പോയത്? കർത്താവേ, നീ എന്നെ രക്ഷിക്കണേ, നിന്റെ നീതി എന്റെ ഉള്ളിലേക്ക് തരണമേ, എന്തു വന്നാലും അവളെ സ്നേഹിക്കാൻ, തിരിച്ച് സ്നേഹത്തോടെ നോക്കാൻ, നീ എന്നിൽ പകരക്കാരനായി വസിക്കണമേ. ആ ബ്രോക്കൺനെസ് ടേക്സ് യു ടു ദിസ് ഗ്രേസ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏത് മനുഷ്യനെയും രക്ഷിക്കാൻ അവൻ ശക്തൻ. അപ്പോൾ നമ്മൾ ചെയ്തു പോയി എന്നുള്ള നീതിയിൽ നമ്മൾ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ വി ആർ നോട്ട് റണ്ണിങ് ദ റേസ്. നമ്മൾ ഓൾറെഡി ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയ അവസ്ഥയിലാണ്. വി ആർ നോട്ട് എനി മോർ റണ്ണിങ്. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, നിങ്ങൾ മറ്റൊരാളെ നോക്കുമ്പോൾ ഞാൻ അവനേക്കാൾ ഭേദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അഗെയിൻ യു ആർ ഇൻ ട്രബിൾ. കാരണം അവിടെ എല്ലാം ഈ പാപത്തിന്റെ അടിമത്തത്തിലുള്ളവർക്ക് ആകെയുള്ള ആശ്വാസം എന്റെ അടുത്തുള്ളവൻ എന്റെ അത്രയും പോലും നല്ലവനല്ല എന്നുള്ളത്. അതാണ് ഏക ആശ്വാസം. ശരിക്കും അനലൈസ് ചെയ്ത് നോക്കി നമ്മുടെ ക്യാരക്ടർ. ഞാൻ ചർച്ചിന് ഇത്രയും പൈസ കൊടുത്തു. പൈസ കൊടുക്കുന്നതിലല്ല എന്റെ വിഷയം, ഞാൻ ആ വിഷയം ഒരിക്കലും പറയാറില്ല. ഞാൻ ചർച്ചിന് ഇത്രയും പൈസ കൊടുത്തു, അത്രയും കൊടുത്താൽ പോരായിരുന്നു. പക്ഷെ എന്റെ ആശ്വാസം മറ്റേ ആൾക്കാർ ഇത്രയും പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതാണ് എന്റെ ആശ്വാസം. അപ്പൊ നമുക്ക് ഈ പാപത്തിന്റെ അടിമത്തത്തിലിരിക്കുമ്പോൾ നമ്മുടെ ആകെയുള്ള ആശ്വാസം മറ്റുള്ളവരെക്കാളും നമ്മൾ ഭേദമാണ്. അതാണ് കമ്പയറിംഗ് വിത്ത് മെൻ ആണ്. എന്നാൽ കൃപയ്ക്ക് അധീനരായിരിക്കും നമ്മൾ കമ്പയറിംഗ് വിത്ത് മെൻ അല്ല, കമ്പയറിംഗ് വിത്ത് ക്രൈസ്റ്റ് ആണ്.
അവിടെയാണ് നമ്മൾ ബ്രോക്കൺ. അയ്യോ, ഐ എം നോട്ട് ലൈക്ക് ക്രൈസ്റ്റ്. ഞാനിപ്പോ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, എനിക്ക് 0 കിട്ടുള്ളൂ ഈ സംസാരത്തിന്. കർത്താവ് മാർക്ക് ഇടുവാണെങ്കിൽ മെറിറ്റിൽ നോക്കിയാൽ. കാരണം കർത്താവ് ഇങ്ങനെ ആൾക്കാരുടെ ഒക്കെ സംസാരിക്കുമ്പോൾ ഭയങ്കര സ്നേഹമായിരുന്നു, ഭയങ്കര ആർദ്രതയായിരുന്നു, ഭയങ്കര കരുണയായിരുന്നു. എനിക്ക് അങ്ങനെ ഒന്നും ഉത്തരം തോന്നുന്നൊന്നുമില്ല. എനിക്ക് ആഗ്രഹമുണ്ട് കർത്താവ് നിന്ന് അതേ പൊസിഷനിൽ നിന്ന് അതേ സ്നേഹത്തോടെ അതേ ഭാരത്തോടെ നിങ്ങളോട് സംസാരിക്കുന്നു. ബട്ട് ഐ എം എ ഫ്ലഷ്. എനിക്ക് ആ ഞെരക്കമുണ്ട്. ആ ഞെരക്കമാണ് പ്രത്യാശ. ഹോപ്പ്. ആ ഹോപ്പ് എന്നെ നിരാശപ്പെടുത്തി. So the righteousness of Christ always tantalizes us, attracts us, draws me close to the bosom of Christ. അവിടെ ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് ആ നീതിയെ കുറിച്ച് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത. ഈ പരിജ്ഞാനം എന്ന് പറയുന്ന വാക്ക് മനസ്സിലാവുമ്പോൾ ഈ കൃപയുടെ വാഴ്ച നമുക്കൊന്നും കൂടെ ക്ലിയർ ആയിട്ട് പിടികിട്ടും. പരിജ്ഞാനം എന്താണ്? പരിജ്ഞാനം ഞാൻ 3 വാക്കുകൾ ഇവിടെ എഴുതാം. ഈ വരെ തൽക്കാലം മാച്ച് കളയാണ്. നമുക്കിനി ആ ന്യായപ്രമാണത്തിന്റെ വരെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം സത്യത്തിലില്ല. വി ആർ സ്ട്രൈറ്റ് ഗോയിങ് അപ് ടു റൈച്ചസ്നസ് ബൈ ഫെയ്ത്ത്. കൃപയുടെ അധീനതയിലേക്ക് പോകാം. പിന്നെ നമ്മൾ പാപത്തിന്റെ സബ്മിഷനിലില്ല. പാപത്തിന്റെ അടിമകൾ അല്ലെങ്കിൽ പിന്നെ ന്യായപ്രമാണം നമ്മുടെ പുറകെ നടന്ന് ഉപദേശിക്കത്തുമില്ല. വി ആർ അണ്ടർ ഗ്രേസ്. പക്ഷെ പ്രമാണം എങ്ങും പോവില്ല. നമ്മൾ പിന്നെ പാപം ചെയ്താൽ പ്രമാണം തന്നെ നമ്മുടെ കഴുത്തിന് പിടിക്കും. പ്രമാണം പോയെന്നും പറഞ്ഞ് യഹൂദം ഈ ഹൈപ്പർ ഗ്രേസുകാർ വരെ നടന്ന അവരും കള്ളു കുടിച്ചിട്ട് വണ്ടി ഓടിച്ചാൽ പിടിച്ചകത്തിടും. പ്രമാണം പോയിന്ന് പോലീസുകാരൻ പറഞ്ഞാൽ അവൻ സമ്മതിക്കില്ല. സോ പ്രമാണം ഈസ് നോട്ട് ഗോയിങ് എനിവെയർ. അതൊരു ശിശുപാലകനെ പോലെ വീണ്ടും വീണ്ടും നമ്മളെ തള്ളി കർത്താവിന്റെ അടുത്തോട്ട് തള്ളി വിട്ടുകൊണ്ടേ. ഓക്കെ, അപ്പോ 6-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു ഫിലിപ്പിയർ 3:6 ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദ്യൻ. ആ വരെ നമ്മൾ കണ്ടു. ഓക്കെ, ബ്ലെയിംലെസ്. ഓൾറൈറ്റ്. എങ്കിലും അടുത്ത വാക്യം, എനിക്ക് ലാഭമായിരുന്നു. ഒക്കെ, അപ്പൊ ഇത്രയും ലാഭം അവനുണ്ടായിരുന്നു. ആ ലാഭം വെച്ചാണ് ഈ ബ്ലെയിംലെസ് ആയത്. ലാഭമായിരുന്നു ഒക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന്, ഇതെല്ലാം നഷ്ടമെന്നു. കാരണം ഇപ്പൊ ഞാൻ എവിടെ നിൽക്കുന്നത്? എന്റെ ലക്ഷ്യം ഇതാ. അപ്പൊ ഇത് എനിക്ക് നഷ്ടമായിട്ട് മാറി. ഏതാ? ഈ നീതി, ഞാൻ അനുസരിച്ച നീതി എനിക്ക് നഷ്ടമായിട്ട് മാറി. അത്രയുമല്ല, എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം നഷ്ടമെന്ന് എണ്ണുന്നു, ഛേദമെന്ന് എണ്ണുന്നു. എന്താണ് ഈ പരിജ്ഞാനം? പരിജ്ഞാനം എന്ന വാക്കിന് മനസ്സിലാക്കണം. നമ്മൾ 3 വാക്കുകൾ അതിന്റെ കൂടെ മലയാളത്തിൽ പറയുന്നത് ഇത് മനസ്സിലാക്കാനുള്ള. 1 വിവരം, ഇംഗ്ലീഷിൽ പറഞ്ഞ ഇൻഫർമേഷൻ. 2 അറിവ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞ നോളജ്. 3 പരിജ്ഞാനം, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വിസ്ഡം. വിവരം എന്ന് പറഞ്ഞതാണ്. ഞാനിപ്പം ഉദാഹരണത്തിന് എന്റെ പാസ്റ്ററോട് എന്ന് പറയാണ്, പാസ്റ്ററെ സാമ്പത്തികമായിട്ട് ഭയങ്കര ടൈറ്റാ പാസ്റ്റർ, കയ്യിൽ ഒരു നയാ പൈസ ഇല്ല. അപ്പൊ പാസ്റ്റർ പറയാം, പ്രാർത്ഥിച്ചാൽ മതി ബ്രദറെ, ദൈവം സഹായിക്കും. ഇത് എനിക്കൊരു വിവരമാണ്. എന്താണ് വിവരം? എനിക്കൊരു വിവരം കിട്ടി. എന്ത് വിവരമാണ് കിട്ടിയത്? പ്രാർത്ഥിച്ചാൽ മതി, എനിക്ക് ദൈവം പൈസ തരും. അത് പാസ്റ്റർ തന്ന ഒരു ഇൻഫർമേഷൻ, എനിക്കൊരു വിവരമാണ്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ എന്റെ സഹോദരന് പറയാണ്, ഒരു നയാ പൈസ കയ്യിലില്ല, എങ്ങനെ സാധനം വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ ആ സഹോദരൻ പറയാണ്, ഗവൺമെന്റ് എല്ലാവർക്കും 1000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്, കേന്ദ്ര ഗവൺമെന്റ് എല്ലാവർക്കും 500 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പോയി അക്കൗണ്ട് ഒന്ന് പരിശോധിച്ച് നോക്കി, ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. ഒരു വിവരം കിട്ടി എനിക്ക്, ഒരു വിവരം. അതിനാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പോയി ബാങ്കിൽ നോക്കി അപ്ലൈ ചെയ്തു, എനിക്ക് 500 രൂപ കിട്ടി. അപ്പൊ ഞാൻ മറ്റൊരാളോട് പറയുന്നു അറിവാണ്. അപ്പൊ ഞാൻ പറയാം, അറിയാമോ? അപ്പൊ എനിക്കൊരു വെറും വിവരമല്ലത്, അത് അറിവാണ്. ഞാൻ ഒരു ദിവസം എന്റെ ഭാര്യയോട് ചോദിച്ചു, ഈ സ്ത്രീയായിട്ട് ജനിക്കുന്നത് ഭയങ്കര കഷ്ടപ്പാടാണ്. ഗർഭധാരണം, പ്രസവം, പിള്ളേരെ വളർത്തല്, കുക്കിങ്, ക്ലീനിങ്, വീട്ടുപണി, എന്തുമാത്രം കഠിനാധ്വാനമാണ്. ഭയങ്കര പാടല്ലേ ഈ സ്ത്രീയായിട്ട് ജനിച്ച് ജീവിക്കാൻ. അപ്പൊ എന്റെ ഭാര്യ എന്നോട് ചോദിക്കുക, ഇത് ഇദ്ദേഹത്തിന് എങ്ങനെ അറിയാം? അപ്പോഴാ എനിക്ക് മനസ്സിലായത്, ഇത് എനിക്ക് അറിയത്തില്ലല്ലോ, ഇത് ആർക്കും അറിയാവുന്നേ?
ഗർഭധാരണവും പ്രസവവും ഇതെല്ലാം ഭയങ്കര വേദനയാണെന്ന് ആർക്കറിയാവുന്നത്? എനിക്കാണ് അറിയാവുന്നത്, എന്റെ ഭാര്യയ്ക്കാണ് അറിയാവുന്നത്. എന്റെ ഭാര്യയ്ക്ക് അറിയാവുന്നത്. എനിക്കൊരു വിവരം മാത്രമേ ഉള്ളൂ, ഇൻഫർമേഷൻ. ഐ ഹാവ് സം ഇൻഫർമേഷൻ, ബട്ട് നോളജ്, അറിവ് എന്റെ ഭാര്യയ്ക്ക് ഉള്ളൂ. അപ്പൊ ദൈവത്തെക്കുറിച്ച് നമ്മൾ ഈ പ്രസംഗങ്ങളിലൂടെ ഒത്തിരി വിവരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. അത് അറിവായി മാറാത്തിടത്തോളം കാലം ബ്രദറുകാർ വചനം പഠിക്കുന്നവർ പരിശുദ്ധാത്മാവിനെ കുറിച്ച് 25 പോയിന്റ്, ആത്മാവിനെ എങ്ങനെ ഇത് പ്രാപിക്കുന്നറിയാം, എങ്ങനെ ആത്മാവിൽ ജീവിക്കുന്നറിയാം, പക്ഷെ ആത്മാവിനെ കുറിച്ച് 25 പോയിന്റ് അറിയാം. അതിനെയാണ് വിവരം എന്ന് പറയുന്നത്. ത്രിത്വം, ത്രിയേക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, അതറിയാം. വിവരമുണ്ട്, നല്ല വിവരമാണ്. പക്ഷെ അത് അറിവായി മാറുന്നില്ല. നാം ഒന്നായിരിക്കുന്ന പോലെ കർത്താവ് പറഞ്ഞു, അവരും നമ്മിൽ ഒന്നാകേണ്ടത്, അത് മനസ്സിലാവുന്നില്ല. അതും കൂടെ മനസ്സിലായത് വിവരമാവുള്ളൂ, അറിവാവുള്ളൂ. ദൈവത്തിന്റെ യൂണിറ്റിയെ കുറിച്ച് പറയുന്നതിന്റെ അർത്ഥം നമ്മൾ അതുപോലെ ഒന്നാകാൻ വേണ്ടിയാണ്. ദാറ്റ്സ് വൈ ട്രിനിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്, ട്രൈ യൂണിറ്റി. ആ യൂണിറ്റി നമ്മളിൽ ഉണ്ടാകണം. അപ്പൊ അവിടെയാണ് അത് ജ്ഞാനമായിട്ട് മാറുന്നത്. വിവരം, ജ്ഞാനം. ഇനി മൂന്നാമത് പരിജ്ഞാനം. എന്താണ് പരിജ്ഞാനം? ഞാൻ പാസ്റ്റർ പറയാണ്, പാസ്റ്റർ എൻ്റെ ഒരു നയ പൈസ ഇല്ലോട്ടെ, എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലോ, എന്ത് ചെയ്യും? പാസ്റ്റർ പറയാം, പ്രാർത്ഥിക്കാന്നാ പണ്ട് പറഞ്ഞ്, ഇപ്പൊ പറയുന്ന അങ്ങനല്ല, പരിജ്ഞാനമാണ്. പാസ്റ്റർ പറയാ, ബ്രദറെ ഒട്ടും വിഷമിക്കണ്ട, സമൃദ്ധിയിലിരിക്കാനും ഞെരുക്കത്തിലിരിക്കാനും നമ്മൾ പഠിക്കണം. കർത്താവ് ഈ ലോകത്ത് ഒരു നയ പൈസ ഇല്ലാതെ, ഒരു ടാക്സ് കൊടുക്കാനില്ലാതെ, തലചായ്ക്കാൻ ഇടമില്ലാതെ, ഒരു മീനിന്റെ വായിന്ന് ടാക്സ് എടുത്ത് കൊടുക്കേണ്ടി വന്നത്, കഷ്ടപ്പെട്ട് വേർത്ത് നടന്ന് കുടിച്ച് റോട്ടിലൂടെ നടന്ന്, അവൻ എന്തായിരിക്കും ഒരു പൈസ പോലും ഇല്ലാതെ ഇവിടെ നടക്കുമ്പോൾ ചിന്തിച്ചത്? അവന്റെ ഹൃദയത്തിലൂടെ എന്തായിരിക്കും പോയത്? വാട്ട് വുഡ് ജീസസ് ഹാവ് തോട്ട്? അവൻ എന്താ ചിന്തിച്ചിരുന്നതെന്ന്? ഈ പണമല്ല, ദൈവം എന്നെ നടത്തിക്കോളും എന്നുള്ള ഉത്കടമായ വിശ്വാസം, അതെന്താന്ന് ബ്രദർ ഒന്ന് അറിയാൻ വേണ്ടിയാണ്. വാട്ട് വുഡ് ജീസസ് ഡു? ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ കർത്താവ് എങ്ങനെ പ്രതികരിക്കുമായിരുന്നു എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ആ ഒരു തിരിച്ചറിവാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. വാട്ട് വുഡ് ജീസസ് ഡു? WWJD. വാട്ട് വുഡ് ജീസസ് ഡു? എന്റെ സ്ഥാനത്ത് കർത്താവായിരുന്നെങ്കിൽ ഇതെങ്ങനെ കൈകാര്യം ചെയ്യുമായിരുന്നു എന്ന് എനിക്ക് ആത്മാവ് വെളിപ്പെടുത്തി തരുന്ന ആ ദിവ്യമായ വെളിച്ചത്തെയാണ് ഞാൻ പരിജ്ഞാനം എന്ന് പറയുന്നത്. പൗലോസ് പറയാണ്, കർത്താവ് എന്ത് ചെയ്യുമായിരുന്നോ അതാണ് നീതി. ആ പരിജ്ഞാനം എനിക്ക് ലഭിച്ചപ്പോൾ ഞാൻ ചെയ്ത സൽപ്രവൃത്തികളൊക്കെ എനിക്ക് നഷ്ടക്കച്ചവടമായി പോയി. കാരണം ഈ നഷ്ടക്കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്രയും മാനസാന്തരം കുറച്ചേ വരുമായിരുന്നുള്ളൂ. ബിക്കോസ് ഐ തോട്ട് മൈസെൽഫ് ടു ബി റൈച്ചസ്. അതുകൊണ്ട് എന്റെ നഷ്ടം എന്താണെന്നറിയോ? ഞാൻ നീതിമാനാന്ന് വിചാരിച്ച് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കാൻ വേണ്ടി നടന്നു. സ്തെഫാനോസിന്റെ മരണത്തിന് നേരെ ഞാൻ ഉത്തരവാദിയായി. യേശു ക്രിസ്തുവിന്റെ ശരീരത്തെ ഞാൻ ആക്രമിച്ച ദുഷ്ടനായി മാറി. കാരണം എന്താണെന്നറിയോ? ഐ ഗ്ലോറീഡ് ഇൻ മൈ വർക്ക്സ്. അപ്പൊ ഈ ഏദൻ തോട്ടത്തിൽ പിശാചിന് കിട്ടിയ അതേ പ്രലോഭനം, പിശാച് ആദമിന് ഹവ്വയ്ക്ക് കൊടുത്ത അതേ പ്രലോഭനമാണ് ഇന്നും പിശാച് നമ്മളോട് പറയുന്നത്. നീ കർത്താവിനെ ആശ്രയിക്കാതെ തന്നെ നിനക്ക് ചെയ്യാൻ പറ്റൂടാ, നിനക്ക് കുറച്ചുകൂടെ നന്നാകാൻ പറ്റും, നീ ശ്രമിച്ചാൽ മതി, തീരുമാനമെടുക്ക്. പക്ഷെ സത്യം അതല്ല. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആത്മാവ് വസിക്കാതെ ആത്മാവിലെ ജീവനിലാലല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും നമുക്ക് ചെയ്യാൻ പറ്റില്ല. But thank God, by grace I have a substitute. അതുകൊണ്ട് ഞാൻ തോറ്റു പോകില്ല. I will be victorious not because of me, not because of my resources, not because of my background, or not because of my obedience, but because of Christ. എന്റെ അനുസരണം കൊണ്ടല്ല, ക്രിസ്തു എന്നിൽ വിശ്വാസം അനുസരണമാക്കി മാറ്റുന്നത് കൊണ്ട്. That faith in Christ is converted to righteousness. അതുകൊണ്ട്, for that reason. ഓക്കെ, അപ്പോൾ നീതിയുടെ ദാസ്യത്വം, ക്രിസ്തുവിന്റെ പരിജ്ഞാനം നമ്മൾ എങ്ങനെയാണ് കൃപയുടെ അടിമകളാക്കി മാറ്റുന്നതെന്ന്, നീതിയുടെ അടിമകളും കൃപയ്ക്ക് അധീനരും ആക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് നമ്മളിപ്പോൾ കണ്ടു. റോമാലേഖനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. റോമാലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന വാക്യം 17-ഉം 18-ഉം, നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും, ഇപ്പൊ നിങ്ങളെ ഈ അപ്പോസ്തലിക ഉപദേശ രൂപം നിങ്ങൾ ഹൃദയപൂർവ്വം അനുസരിച്ചാൽ തോന്നില്ലേ നീതിയുടെ ദാസന്മാരായി മാറുമെന്ന്? തോന്നില്ലേ? ഇപ്പൊ
ഈ ഉപദേശ രൂപത്തെ ശരിക്കും നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ നീതിദാസന്മാരായി മാറില്ലേ? മാറും. എത്ര ഭയങ്കരമായ ഒരു അത്ഭുതമാണ് നമ്മുടെ രക്ഷ എന്ന് പറഞ്ഞത്. സംതിങ് ദാറ്റ് വാസ് അപ്റ്റർലി ഇമ്പോസിബിൾ ഫോർ എ ഹ്യൂമൻ ബീങ്. കർത്താവ് അതിന് പകരം ഇറങ്ങി വന്ന് ഈ സ്വർഗത്തിൽ പോകാൻ ഒത്തിരി കണ്ടീഷൻസാ, ഭയങ്കര കണ്ടീഷൻസാ. പെർഫെക്റ്റ് ലൈഫ് ജീവിക്കണം, നീതി പൂർത്തിയാക്കണം, ക്രിസ്തുവിനെ ദൈവത്തെ പോലെ വിശുദ്ധനായിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം, എങ്കിലേ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. പക്ഷേ കൃപ, മഹാകൃപ എന്ന് പറഞ്ഞുണ്ടല്ലോ, ഈ കണ്ടീഷൻസ് എല്ലാം പൂർത്തിയാക്കുന്നത് കർത്താവ്. അതാണ് യേശുക്രിസ്തു എനിക്ക് പകരം ഇറങ്ങി വന്ന കണ്ടീഷൻസ് എല്ലാം പൂർത്തിയാക്കി എന്നെ രക്ഷിച്ചു. സോ ദാറ്റ് ബിക്കെയിം ഫ്രീ ഫോർ അസ്. സത്യത്തിൽ ഒരു ഉടമ്പടിയെ കുറിച്ച്, ത്രിയേക ദൈവത്തിന്റെ ഒരു ഉടമ്പടിയെ കുറിച്ച് പറയാറുണ്ട്. അതായത് മനുഷ്യന്റെ രക്ഷ ദൈവത്തിന്റെ ഒരു തീരുമാനമാണ്. ദൈവത്തിന്റെ തീരുമാനം, ആ ഇറ്റേണൽ കവനന്റ് എന്ന് പറയുന്നത് പിതാവ് പറയാണ്. ഇതൊരു സങ്കല്പം പോലെ കേട്ടോ, നിങ്ങൾ ആലോചിച്ച് നോക്കിയോ. പിതാവ് പറയുവാണ്, എനിക്ക് മനുഷ്യരെ നശിപ്പിച്ചു കളയണമെന്നില്ല, എനിക്ക് അവരെ സ്വർഗത്തിൽ കൊണ്ടുവരണമെന്നാണ് ആഗ്രഹം. പക്ഷെ അതിന് കുറെ കണ്ടീഷൻസ് ഉണ്ട്. കാരണം വിശുദ്ധന്മാരും നീതിമാന്മാരല്ലാത്തവരെ നമ്മൾ എങ്ങനെ സ്വർഗത്തിൽ കൊണ്ടുവരും? പക്ഷെ അവർ നശിച്ചു പോവുള്ളൂ. അപ്പൊ പുത്രൻ പറയാണ്, അവരുടെ കണ്ടീഷൻ ഞാൻ പൂർത്തിയാക്കാം. ഞാൻ മനുഷ്യനായിട്ട് അവരുടെ കൂടെ ചെന്ന് അവർക്ക് പകരം ജീവിച്ച് അവരെ വഹിച്ച് അവരെ ഞാൻ നന്നാക്കി, ഞാൻ അവരെന്തെല്ലാം കണ്ടീഷൻ പൂർത്തിയാക്കണം. ആദമിന് പകരം രണ്ടാമത്തെ ഒടുക്കത്തെ ആദം ക്രിസ്തു വന്ന് ഞാൻ ചെയ്യേണ്ട കണ്ടീഷൻസ് എല്ലാം പൂർത്തിയാക്കി എന്നെ ഈ ബാരിയർ ബ്രേക്ക് ചെയ്ത് എന്റെ പഴയ മനുഷ്യനെ മരിപ്പിച്ച് ക്രിസ്തുവിലാക്കി അവന്റെ കണ്ടീഷൻസിലേക്ക് എന്നെ നടത്തി. ഭയങ്കര കണ്ടീഷൻസാ. പക്ഷെ കൃപ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടീഷൻസ് എല്ലാം കർത്താവ് പൂർത്തിയാക്കുന്നു, നമ്മളിലൂടെ നിവൃത്തിയായിക്കൊണ്ടിരിക്കും. ത്രൂ ഫെയ്ത്ത്. ഓക്കെ, ഇനി 18-ാം വാക്യം പറയുന്നത്, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് പാപം എന്ന് പറഞ്ഞ യജമാനൻ ഇനി നിങ്ങളിൽ വാഴുകയില്ല, കർത്തൃത്വം നടത്തില്ല, അതിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ആയോ? നമ്മളെല്ലാം ഉപദേശ രൂപത്തെ സ്വീകരിച്ച നമ്മൾ അങ്ങനെയാണ്. 19-ാം വാക്യം ഇനി പറയാൻ പോകുന്നത്, നിങ്ങളുടെ ബലഹീനത നിമിത്തം ഞാൻ മനുഷ്യ രീതിയിൽ പറയുവാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മുഴുവൻ മനസ്സിലായില്ലെങ്കിൽ മനുഷ്യന്മാർ മനസ്സിലാക്കുന്ന രീതിയിൽ പറയാം. അപ്പൊ രണ്ട് രീതിയിൽ വചനം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഒന്ന് പത്യോപദേശമായിട്ട് പരിജ്ഞാനത്തിന്റെ ഭാഷയിലും, മറ്റൊന്ന് മനുഷ്യരുടെ ഭാഷയിൽ മനസ്സിലാകാൻ വേണ്ടി മാനുഷികമായ ബലഹീന നിമിത്തം എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി ഒരു കോമൺ ഭാഷയിലും ബൈബിൾ സംസാരിക്കുന്നു. ഇത് 19-ാം വാക്യം പറയാണ്, നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീന നിമിത്തം ഞാൻ മനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിക്കും. മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പഴയതുപോലെ പാപത്തിന്റെ അടിമത്തത്തിൽ ജീവിക്കരുത്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ജീവിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പകരം ഒരാളുണ്ട്, നിങ്ങൾ വിശ്വസിച്ചാൽ മതി. അപ്പൊ നിങ്ങളുടെ അവയവങ്ങളെ പഴയ പ്രവൃത്തികൾക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കരുത്. നിങ്ങൾ ആ അവയവങ്ങളെ കർത്താവിന് വേണ്ടി വിശുദ്ധീകരിക്കുക. അവൻ നിങ്ങളിൽ നീതിയായി വാഴുമ്പോൾ ആ അവയവങ്ങൾ ആ നീതിയെ അനുസരിക്കും. ഇങ്ങനെ ഞാൻ മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞാൽ, പാപം ചെയ്യരുത്, പാപത്തിന് നിങ്ങളുടെ അവയവങ്ങളെ വിട്ടുകൊടുക്കരുത്. അത് മനുഷ്യന്റെ ഭാഷയാണ്. ദൈവത്തിന്റെ ഭാഷ എന്താണ്? ദൈവത്തിന്റെ ഭാഷ പറയുന്നത്, നിങ്ങളെ ഞാൻ സ്വതന്ത്രരാക്കിയിരിക്കുന്ന പാപത്തിൽ, ത്രൂ ഫെയ്ത്ത്, വിശ്വാസത്താൽ. 20-ാം വാക്യം വായിക്കുമ്പോൾ പറയുന്നത്, നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരാണല്ലോ. ഈ നീതിയെ സംബന്ധിച്ചെന്നുള്ള വാക്കിനകത്ത് ഒരു പ്രോബ്ലം ഉണ്ട്. അത് അങ്ങനെയല്ല വ്യാഖ്യാനിക്കേണ്ടത്, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഫോർ വെൻ യു വെർ ദ സെർവൻസ് ഓഫ് സ്ലേവ്സ് ഓഫ് സിൻ യു വെർ ഫ്രീ ഫ്രം റൈച്ചസ്നെസ്. അതായത് നീതിയുടെ നിബന്ധനകളിൽ നിന്ന് നിങ്ങൾ ഫ്രീ ആയിരുന്നു. ഈ 300 കിലോ എടുക്കണം എന്നുള്ളൊരു ഭാരം നിങ്ങളുടെ മേൽ ചുമത്തപ്പെട്ടിരുന്നില്ല. നിങ്ങൾ 30 കിലോ ഡിമാൻഡിൽ ഇരിക്കുമായിരുന്നു. ചിലർ 5 കിലോ പൊക്കി, ചിലർ 10 കിലോ പൊക്കി. 10 കിലോ പൊക്കിയവൻ 5 കിലോ പൊക്കിയവനെ കുറ്റം പറഞ്ഞു. 15 കിലോ പൊക്കിയവൻ ബാക്കി രണ്ടുപേരെയും കുറ്റം പറഞ്ഞു. 30 കിലോ പൊക്കിയവൻ വിചാരിച്ച് ഞാൻ മാത്രമേ ഉള്ളൂ കർത്താവിന്റെ മുമ്പിൽ നീതിമാൻ. ഇങ്ങനെയൊക്കെ നമ്മൾ അടിമകളായിരിക്കുമായിരുന്നു പാപപ്രകൃതത്തിന്. പക്ഷെ ഈ ദൈവത്തിന്റെ നീതി എന്നൊരു ഡിമാൻഡ് നമ്മുടെ മേലില്ലായിരുന്നു. അതിൽ നിന്ന് ഫ്രീ ആയിരുന്നു പണ്ട് നിങ്ങൾ. അന്ന് നിങ്ങൾക്ക് എന്ത് ഫലം ഉണ്ടായിരുന്നു? നീതിയുടെ എന്തെങ്കിലും ഫലം നിങ്ങളിൽ നിന്ന് പുറപ്പെട്ടോ? അടുത്തിരിക്കുന്നവനെ സ്നേഹിക്കാൻ പറ്റുമോ? അടുത്ത് ചേർന്നിരിക്കുന്ന ഭാര്യയോട് ഒരു
സ്നേഹമായിട്ട് ക്ഷമയോടെ ഒരു വർത്തമാനം പറയാൻ പറ്റുമോ? ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നുണ്ടല്ലോ. പൗലോസിന് ലജ്ജ തോന്നുന്നുണ്ട്. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും അവന്റെ നീതിയുടെ പങ്കാളിയാകേണ്ടതിനും ഞാൻ എനിക്കുള്ളതിനെല്ലാം ഉപേക്ഷിച്ച് താഴോട്ട് വരുമ്പോൾ അത് ആ ഭാഷ ഇതിങ്ങനെ ഡങ്കായിട്ട് കരുതുന്നു, മലമായി കരുതുന്നു. ഐ കൺസിഡർ ദം എ വേസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് നോളജ്. ലജ്ജയാണ്. എനിക്ക് ഭയങ്കര ബുദ്ധിയാന്ന് പറയുന്ന അഭിമാനമല്ല, ലജ്ജയാണ്. ഞാൻ ഭയങ്കര നീതിമാനാണെന്ന് പറയുന്ന അഭിമാനമല്ല, ലജ്ജയാണ്. ക്രിസ്തുവിലാണ് എന്റെ നീതി, ബാക്കി എല്ലാം നാണക്കേടാണ്. അപ്പോൾ നീതിയുടെ ഓട്ടം മനുഷ്യന്റെ എബിലിറ്റിയിൽ ഓടിയാൽ പാപം ചെയ്തും നാണക്കേടുണ്ടാക്കാം, സ്വയനീതി ഉണ്ടാക്കിയും നാണക്കേടുണ്ടാക്കാം. ഈ ചില ആൾക്കാർ പൊക്കി പറയുമ്പോൾ നമുക്ക് പുകഴ്ത്തി സ്വയം പുകഴ്ത്തുമ്പോൾ നമുക്ക് ഭയങ്കരമായി ലഭ്യത തോന്നത്തില്ലേ? തോന്നില്ലേ? തള്ളുക എന്ന് പറയും. ആൾക്കാർ തള്ളുന്നെന്ന് കേട്ടില്ലേ? അതൊരു തള്ളാണല്ലോ, ഇത് തള്ളി തള്ളി അറബിക്കടൽ വരെ തള്ളുമല്ലോ എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതിനർത്ഥം പൊങ്ങച്ചൻ പറയുന്നതിനെ കുറിച്ചാണല്ലോ പറയുന്നത്. നമുക്ക് ഭയങ്കരമായ വിഷമം തോന്നില്ലേ? നമ്മൾ സ്വയം കണ്ണാടി നോക്കിയിട്ട് നീതിമാൻ എന്ന് വിളിക്കുമ്പോഴേ ശരിക്കും അത് പരിഹാസ്യമാണ്. കാരണം നമ്മളല്ല, ക്രിസ്തു അല്ലാതെ ഒരൊറ്റ നീതിമാൻ പോലും ഇല്ല. നമുക്ക് ലജ്ജാകരമായതിൽ അഭിമാനം തോന്നിയിട്ടാണ് നമ്മൾ സ്വയം നീതിമാൻ എന്ന് വിളിക്കുന്നത്. വി കനോട്ട് കോൾ അവർസെൽസ് റൈച്ചസ് അപ്പാർട്ട് ഫ്രം ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ നീതി അല്ലാത്ത ഒരു നീതിയാലും നമ്മളെ സ്വയം നീതിമാൻ എന്ന് വിളിക്കാൻ സാധിക്കില്ല. 22-ാം വാക്യം പറയാണ്, ലജ്ജാകരമായതാണ് ഈ ലൈഫ്, ഈ 30 കിലോ ജീവിതം. നമ്മുടെ ഇല്ലസ്ട്രേഷൻ ആയിട്ട് കരുതിയാൽ മതി കേട്ടോ. ഈ 30 കിലോ ജീവിതം എന്ന് പറയുന്നത് നാണക്കേടല്ല, ഒന്നും ഉണ്ടാക്കുന്നില്ല. 22-ാം വാക്യം പറയാ, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു. യു ആർ ഫ്രീ ഫ്രം സിൻ. പാപമില്ല, കർത്തൃത്വം ഇല്ല, പാപത്തിന്റെ രാജത്വം ഇല്ല. അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപയാണ് വാഴുന്നത്. സോ യു ആർ നോ മോർ എൻസ്ലേവ്ഡ് ബൈ സിൻ. യു ഡോണ്ട് ഹാവ് ടു സിൻ. ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ. അപ്പോൾ നീതിയുടെ ദാസന്മാർ എന്ന് പറഞ്ഞാൽ വേറൊരു ഭാഷയിൽ നമുക്ക് ദൈവത്തിന് ദാസന്മാരെന്ന് പറയാം. ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകും. അപ്പൊ നമ്മൾ ഈ ഒരു ലെവലിൽ കൃപയാൽ വീണ്ടെടുക്കപ്പെട്ടവർ തീർച്ചയായിട്ടും പോകുന്നത്, നമുക്ക് ഈ വഴിയൊന്നും ഇനി വേണ്ട, കൃപയാൽ വീണ്ടെടുക്കപ്പെട്ടവർ തീർച്ചയായിട്ടും പോകുന്നത് 2 ഒബ്വിയസ് റിസൾട്ട്സിലേക്കാണ്. അവർക്ക് ഒരിക്കലും എടുത്തു മാറ്റാൻ പറ്റാത്ത 2 അവകാശങ്ങളിലേക്കാണ്. ലോകത്തിലൊരു ശക്തിക്കും എടുത്തു മാറ്റാനോ തകർക്കാനോ പറ്റാത്ത 2 അവകാശങ്ങളുണ്ട്. ഇഫ് യു ആർ അണ്ടർ ഗ്രേസ്, വൺ ഈസ് സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം. രണ്ട്, ഗ്ലോറിഫിക്കേഷൻ, അതായത് കർത്താവിന്റെ കൂടെയുള്ള നിത്യമായ തേജസ്സിലുള്ള വാസം, ഇറ്റേണൽ ലൈഫ്. ഞാൻ ഗ്ലോറിഫിക്കേഷൻ എന്ന് എഴുതാൻ കാരണം അന്ത്യത്തിൽ വരുന്ന നിത്യജീവനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ ഇപ്പോഴേ നിത്യജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, സാങ്ക്ടിഫിക്കേഷൻ, ഇത് രണ്ടുമാണ് ശരിക്കും ഈ കൃപയുടെ കീഴിലാവുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ സെക്കൻഡിലും ക്രിസ്തുവിന്റെ സ്വഭാവത്താൽ നമ്മൾ നീതീകരിക്കപ്പെടുകയും നമ്മുടെ പ്രാകൃത സ്വഭാവത്തിൽ നിന്ന്, ജഡത്തിന്റെ അറപ്പിക്കുന്ന സ്വഭാവത്തിൽ നിന്ന്, മലിനമാക്കുന്ന പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് നമ്മൾ ഓരോ നിമിഷവും ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളിത്തത്തിലേക്ക് വളർന്നുകൊണ്ടേയിരിക്കും. ഇതിനെയാണ് നമ്മൾ കൃപയുടെ വാഴ്ച എന്ന് പറയുന്നത്, ഗ്രേസ്. നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഇത്ര ആലോചിച്ചാൽ മതി. 30 എടുക്കാൻ പോകുന്ന നിങ്ങളാണോ കൃപ ആവശ്യമായിട്ടിരിക്കുന്നത്? 300 കിലോ എടുക്കാൻ പോകുന്നതിനാണ് കൃപ ആവശ്യമായിട്ടുള്ളത്? 300 കിലോ എടുക്കാൻ പോകുന്നതിനാ? 300 കിലോ എടുക്കാൻ നോക്കുമ്പോൾ വീഴുമ്പോഴാണോ ക്ഷമിക്കാൻ പറ്റുന്നത്? 10 കിലോ എടുക്കുമ്പോൾ വീഴുമ്പോഴാണോ ക്ഷമിക്കാൻ പറ്റുന്നത്? 300 കിലോ എടുക്കുമ്പോഴാണ്. നമ്മൾ വളർന്നു വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീഴും. പക്ഷെ എവിടെ വീഴുന്നേ? പാപത്തിലേക്കല്ല, ക്രിസ്തുവിനെ പോലെ ആകാനുള്ള നമ്മുടെ നടപ്പിൽ നമുക്ക് ഇടർച്ചകൾ പറ്റാം. നമ്മൾ വിചാരിക്കുന്നത്ര സ്നേഹം നമുക്ക് ഉണ്ടായില്ല എന്ന് വരാം. നമ്മൾ എന്തെങ്കിലും നല്ലത് ആഗ്രഹിച്ചിട്ട് തിന്മയെന്ന് വരാം. അറിയാതൊരു വാക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നെന്നൊക്കെ വരാം. പക്ഷെ നമ്മൾ കൃപയ്ക്ക് അധീനരാണെങ്കിൽ നമ്മൾ കർത്താവിനാൽ പുതിയപ്പെട്ട അവസ്ഥയിലാണ്. മാരക പാപങ്ങൾ അങ്ങനെയല്ല. നമ്മൾ പാപം ചെയ്യുമ്പോൾ അതിനർത്ഥം വി ആർ നോട്ട് അണ്ടർ ഗ്രേസ് എന്നാണ്, വി ആർ അണ്ടർ സിൻ. അടുത്ത വാക്യം, ലാസ്റ്റ് വാക്യം, അതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വാക്യം, പാപത്തിന്റെ ശമ്പളം മരണം അത്രേ, ദൈവത്തിന്റെ കൃപാവരമോ കൃപ. കണ്ടോ, പാപവും കൃപയും ഓപ്പോസിറ്റ് ആണ്. പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല കൃപ. അണ്ടർ സിൻ, യു ആർ നോട്ട് അണ്ടർ ഗ്രേസ്. ഗ്രേസ് എന്ന് പറയുന്നത് നമുക്ക് പറ്റാത്ത കാര്യത്തിലേക്കാണ്, ക്രിസ്തുവിന്റെ നിലവാരത്തിലേക്കാണ്. നമുക്ക് മെറിറ്റ് ഇല്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് നമ്മളെ കൊണ്ടുവരുന്നത്.
നമുക്ക് ഒരു മെറിറ്റും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരിക. നമുക്ക് പറ്റാത്ത, എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ കൊണ്ടു നിർത്തുക. അവിടെയാണ് കൃപ. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. എന്ത് പാപത്തിന്റെയും ശമ്പളം മരണമാണ്. എന്നാൽ ദൈവത്തിന്റെ കൃപാവരമോ, ദൈവം നമുക്ക് തന്ന കൃപാവരം പാപം പോലെയല്ല. നമ്മൾ 5-ാം അധ്യായത്തിൽ പറഞ്ഞെന്താ? ഏക മനുഷ്യനാൽ ലംഘനം വന്നു, ഏക മനുഷ്യനാൽ നീതിയും വന്നു. പക്ഷെ ലംഘനം വന്നതുപോലെ അല്ല നീതി വന്നത്. അത് നേരെ ഓപ്പോസിറ്റ് ആണ്. പാപത്തിന്റെ ശമ്പളം മരണമാണ്. എന്നാൽ ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ, ഇൻ ക്രൈസ്റ്റ്, നിത്യജീവനാണ്. ക്രിസ്തുവിലുള്ള എന്നേക്കുമുള്ള ഇറ്റേണലായിട്ട് എടുത്തു മാറ്റാൻ പറ്റാത്ത ഒരു അവകാശമാണ്. നമ്മുടെ നിത്യജീവൻ നിത്യമാണ്, നോട്ട് ടെമ്പററി. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ത്രൂ ഫെയ്ത്ത് വി ആർ ഗെറ്റിംഗ് എ ലൈഫ് ദാറ്റ് ക്യാൻ നെവർ എവർ പെരിഷ്. നശിച്ചു പോകാത്ത രാജ്യം നമ്മൾ അവകാശമാക്കും. നമ്മൾ വിശ്വാസത്തിൽ നിലനിന്നാൽ നമ്മൾ കൃപയിൽ ആണ് എന്ന് ഉറപ്പുണ്ട്. അപ്പോൾ 6-ാം അധ്യായം പ്രധാനമായിട്ടും പറയുന്നത് പാപത്തെ എങ്ങനെ തോൽപ്പിക്കാം എന്നുള്ളതാണ്. സോ നമുക്കിതൊന്ന് ചുരുക്കി ഒരൊറ്റ വാക്യത്തിൽ ഇത് പറയുവാണെങ്കിൽ അതിങ്ങനെയായിരിക്കും. 6th chapter, 6-ാം അധ്യായം, ഒറ്റ കാര്യമേ ഉള്ളൂ, ഫ്രീ ഫ്രം സിൻ. അഞ്ചിന്റെ 12 മുതൽ 8-ന്റെ 10 വരെ മുഴുവൻ ടോട്ടൽ ടൈറ്റിൽ എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് കൊടുക്കാം: അണ്ടർ ഗ്രേസ്. അതിൽ തന്നെ 6-ാം അധ്യായം മുഴുവൻ, 6th chapter, ഫ്രീ ഫ്രം സിൻ. അണ്ടർ ഗ്രേസിനകത്ത് ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഫ്രീ ഫ്രം സിൻ. ഇനി 7th chapter എന്തായിരിക്കും എന്ന് ചിന്തിക്കാമോ? 6-ാം അധ്യായം പാപത്തിൽ നിന്നുള്ള ഫ്രീഡമാണ്. നമ്മൾ പാപം ചെയ്യേണ്ടത്. വി ആർ നോട്ട് എൻസ്ലേവ്ഡ് ടു സിൻ. നമ്മൾ നീതിക്ക് ദാസന്മാരാണ്. നമ്മൾ ജീവിക്കുമ്പോഴെല്ലാം കർത്താവിനെ പോലെ ആകണം. ആ നീതി, വാട്ട് വുഡ് ജീസസ് ഡു, ആ പരിജ്ഞാനം മാത്രം നമ്മുടെ മുമ്പിലുള്ളൂ. ബിക്കോസ് വി ആർ അണ്ടർ ഗ്രേസ്. ഫ്രീ ഫ്രം ലോ. പാപം ഉള്ളവരുടെ മെഷർമെന്റ് ആണ് നിയമം. ന്യായപ്രമാണം എന്തിനാ വന്നറിയോ? പാപം തൂക്കി നോക്കാൻ വേണ്ടിയാ വന്നത്. എത്ര കിലോ ഉണ്ട്. നമുക്ക് ന്യായപ്രമാണം വരുന്നവരെ നമ്മുടെ ഉള്ളിലുള്ള എത്ര കിലോ പാപം ഉണ്ടെന്ന് അറിയാൻ മേലായിരുന്നു. ഇപ്പൊ ന്യായപ്രമാണം ഒന്ന് പാപം തൂക്കി നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ പാപത്തിൽ നമ്മൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തൂക്കി നോക്കാൻ നമുക്ക് ത്രാസ് വേണോ? വേണ്ട. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നിയമത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചത്? ഇത് ഒത്തിരി തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിഷയമാണ് ലോ എന്ന് പറയുന്ന ഭാഗം. എങ്ങനെയാണ് നമ്മൾ നിയമത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചത്? നമ്മൾ 7-ാം അധ്യായത്തിൽ ഇപ്പോൾ കാണാൻ പോവുകയാണ്. നമ്മൾ അതോടെയാണ് ഇന്ന് ഇത് അവസാനിപ്പിക്കാൻ പോകുന്നത്. 7th chapter, 7-ാം അധ്യായം, 1-ാം വാക്യം. ഈ റോമാ സഭയില് അക്കാലത്ത് കൂടുതലുണ്ടായിരുന്ന യഹൂദന്മാരാണ്. ഈ ലെറ്റർ എഴുതുന്ന കാലത്ത്. പിന്നെ AD 70-ന് ശേഷം യഹൂദന്മാരെല്ലാം ഓടിച്ചു കളയും. പിന്നെ അതൊരു മിക്സഡ് ചർച്ചായി മാറുകയും പിന്നെ കൂടുതൽ ഹീതൻസ് ആയിട്ട് മാറുകയും ചെയ്തായിരുന്നു പിന്നീട്. പക്ഷെ ഈ സമയത്ത് അവിടെ യഹൂദന്മാരായിരുന്നു കൂടുതൽ. റോമാസഭ ഉണ്ടായത് എങ്ങനെയാണെന്നറിയോ? റോമാസഭ ആര് സ്ഥാപിച്ചെന്നറിയോ? പോപ്പ് സ്ഥാപിച്ചൊന്നുമല്ല. റോമാസഭ സ്ഥാപിച്ചത് അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ കൃപാവരങ്ങൾ പ്രാപിച്ചു, ആത്മാവിനെ പ്രാപിച്ച് അന്ന് പല സ്ഥലത്തുള്ള യഹൂദന്മാർ അവിടെ ആരാധനയ്ക്ക് വന്നിരുന്നു, ഉത്സവം കൂടാൻ വേണ്ടി വന്നിരുന്നു. അവര് തിരിച്ചുപോയി അവരവരുടെ നാടുകളിൽ പോയി ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ച് അങ്ങനെ വന്നുപോയ ആളുകളാൽ സ്ഥാപിതമായ ഒരു ചർച്ചാണ് ഈ റോമാ ചർച്ച്. അത് ഒന്നാം തരം പണിയാ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ പൗലോസ് ഈ റോമാ ചർച്ചിലേക്കാണ് പോകുന്നത്. റോമയിലെ സഭ യഹൂദന്മാരെ വന്ന് യഹൂദന്മാരുടെ ഇടയിൽ വർക്ക് ചെയ്ത് ഉണ്ടാക്കിയ സഭയാണത്. അപ്പൊ റോമാ ലേഖനം എഴുതുന്ന സമയത്ത് അവിടെ യഹൂദന്മാരാണ്. പിന്നീട് അത് മാറി. കാരണം യഹൂദന്മാർക്ക് പിന്നീട് ഭയങ്കര പെർസിക്യൂഷൻ
നീറോയുടെ കാലത്തൊക്കെ ഉണ്ടായി. അതിനുശേഷം അവരുടെ രക്തം യോർദാൻ നദി വരെ ഇങ്ങനെ ചുമന്ന് കിടന്നെന്നാ പറയും. യോർദാൻ നദി ചുമന്നു പോയി എന്നാ പറയുന്നത്. അവരുടെ രക്തത്താൽ ഇത്ര ഭയങ്കരമായ പെർസിക്യൂഷൻ അവർക്കുണ്ടായിരുന്നു. ഇന്നും അവർ പഠിച്ചിട്ടില്ല, അത് വേറെ കാര്യം. ഇന്നും അവർ യേശുക്രിസ്തുവിനെ തള്ളിക്കളയും. ചില ആൾക്കാർ ഇവിടെ നിന്ന് ഇസ്രായേലിനെ പുകഴ്ത്തുന്ന കാണുമ്പോൾ എനിക്ക് വിഷമമൊന്നും. ഇസ്രായേലിനെ പുകഴ്ത്തി കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്നും അവർ കർത്താവിനെ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞുണ്ട്. യെശയ്യാവ് 53 കൈ വെച്ചോണ്ട് കർത്താവിനെ ഉപേക്ഷിച്ച് പറയണമെങ്കിൽ എന്തോ ഒരു ഭ്രംശമാണത്, എന്തോ ഒരു കഷ്ടം. ഇന്നും അവരനുസരിക്കാതെ ജീവിക്കുന്നു. അതും കൂടെ നമ്മൾ കാണും. They are still not obeying, still not believing, still not confessing Christ, still rejecting him. മനുഷ്യപുത്രനെ നിന്ദിക്കുന്നതിനേക്കാളും ഉപേക്ഷിക്കുന്നതിനേക്കാളും വലിയ പാപം എന്താ ഉള്ളത്? സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയാവുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. അതാ, പ്രമാണം അറിയാവുന്ന ആൾക്കാരാണ് റോമയിലുള്ളത്. മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവന്റെ മേലെ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ല. അപ്പൊ എത്ര നാൾ നമ്മളെ ന്യായപ്രമാണം ഭരിക്കും? ജീവനോടിരിക്കുന്നിടത്തോളം കാലം ഭരിക്കും. അപ്പൊ ന്യായപ്രമാണത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? മരിക്കണം. അപ്പൊ നമ്മൾ രക്ഷപ്പെടുവോ? അതായത് ന്യായപ്രമാണം വരുന്ന എന്തിനു വേണ്ടിയാ? ജീവൻ ഉള്ളിടത്തോളം കാലം നമ്മൾ ന്യായപ്രമാണത്തിന് അടിമയാണ്. അത് ചെയ്തേ പറ്റും. ദൈവം കൊടുത്താ, ഇഫ് യു ആർ അലൈവ് യു ആർ അണ്ടർ ലോ. മനുഷ്യൻ ജീവനോടിരിക്കുന്നിടത്തോളം കാലം ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ ജീവൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്തിന്റെ കീഴേ ആയിരിക്കുള്ളൂ? ന്യായപ്രമാണത്തിന്റെ കീഴേ ആയിരിക്കുള്ളൂ. അത് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ന്യായപ്രമാണം എന്ത് ചെയ്യണം? 2-ാം വാക്യത്തിൽ എക്സാമ്പിൾ പറയാണ്. ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഒരു സ്ത്രീയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മരിക്കുന്നവരെ ആ സ്ത്രീയുടെ മേൽ ഭർത്താവിന് അധികാരമുണ്ട്. തിരിച്ച് അധികാരം എന്നല്ലല്ലോ നമ്മൾ പറയുന്നത്. ആ ബന്ധം മരണം വരെയാണ്. മരണമാണ് ഉടമ്പടിയുടെ അടിസ്ഥാനം, ബ്രേക്കിംഗ് പോയിന്റ്. അതുവരെ ഉടമ്പടിയുണ്ട്. ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃ ന്യായപ്രമാണത്തിന് ഒഴിവുള്ളവളായി. അപ്പൊ ഇവിടെ ആര് മരിക്കണം? ഭാര്യ രക്ഷപ്പെടണമെങ്കിൽ ആര് മരിക്കണം? ഭർത്താവ് മരിക്കണം. ഇവിടെ നമ്മുടെ ഭർത്താവ് ആരാ? ന്യായപ്രമാണം. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞേക്കുന്നത്? ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഭർത്താവ് ആരാ? ന്യായപ്രമാണം. അപ്പൊ നമുക്ക് ന്യായപ്രമാണത്തിന് രക്ഷപ്പെടണമെങ്കിൽ ആര് മരിക്കണം? ന്യായപ്രമാണം മരിക്കണം. സ്ത്രീക്ക് രക്ഷപ്പെടണമെങ്കിൽ ആര് മരിക്കണം? ഭർത്താവ് മരിക്കണം. അതുപോലെ തന്നെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ ഭർത്താവായ ന്യായപ്രമാണം മരിക്കണം. 3-ാം വാക്യം, ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരും. അപ്പൊ ന്യായപ്രമാണം ഉണ്ടായിരിക്കെ ആ ന്യായപ്രമാണത്തിന് കീഴടങ്ങാതെ ഞാൻ എനിക്ക് തോന്നിയ പോലെ ജീവിച്ചാൽ ഞാൻ വ്യഭിചാരിണിയാണ്. ഭർത്താവ് മരിച്ചാൽ, ഈ ന്യായപ്രമാണം ഒന്ന് ചത്താൽ, അവൾ ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. അപ്പം രക്ഷപ്പെടാൻ എന്തേ വഴിയുള്ളൂ? ന്യായപ്രമാണം ചാവണം. നമ്മളിപ്പോ പറയുന്നത് ഫ്രീ ഫ്രം ലോ ആണ്. എങ്ങനെയാണ് നമ്മൾ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതെന്ന്. അപ്പൊ രക്ഷപ്പെടാൻ എന്തേ വഴിയുള്ളൂ? ശ്രദ്ധിച്ചോ എല്ലാവരും? മരിക്കണം. ഭർത്താവ് മരിച്ചാൽ മാത്രമേ ഫ്രീഡം ഉണ്ടാവത്തുള്ളൂ. അത് ഇന്ന് നമ്മുടെ ഇടയിൽ കല്യാണം നടക്കുമ്പോഴേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. മരണത്താൽ അല്ലാതെ ഒരു വിവാഹം ഒഴിയില്ല. നമ്മളിവിടെ ഒഴിച്ചു ഡൈവോഴ്സ് ഒക്കെ മേടിക്കും, വേറെ കെട്ടിയെന്നും വരും. പക്ഷെ സ്വർഗത്തിൽ കല്യാണം ഒഴിയണമെങ്കിൽ കൺസമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അത് ഭാര്യയും ഭർത്താവ് ഒന്നിച്ച് ഒരു ശരീരമായി കഴിഞ്ഞാൽ, സ്വർഗത്തിൽ അത് ഒഴിയണമെങ്കിൽ ഒരാൾ മരിക്കണം. ഇവിടെ ഒഴിഞ്ഞു വേറെ കല്യാണം കഴിച്ചു, പക്ഷെ സ്വർഗത്തിൽ അത് റെക്കോർഡായിട്ടില്ല. സ്വർഗത്തിൽ ആദ്യത്തെ ആൾ ഇപ്പോഴും അവകാശിയാണ്. ഈ ഡൈവോഴ്സ് വഴി എങ്ങനെ സ്വർഗത്തിലെ ഉടമ്പടി തൂത്തുകളയാൻ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്? നോട്ട് പോസിബിൾ. ആ ഉടമ്പടി തിരിച്ചെഴുതാൻ പറ്റുന്ന ഉടമ്പടി അല്ല. കൺസമേറ്റ് ആയി കഴിഞ്ഞാൽ ആ ഉടമ്പടി ആകുന്നത് സ്ത്രീയും പുരുഷനും ഒരു ശരീരമാകുമ്പോഴാണ്. വൺസ് ദേ ബിക്കം വൺ ബോഡി, അവർ ബ്രേക്ക് ആവില്ല അൺടിൽ ഡെത്ത്. അപ്പം ഡൈവോഴ്സ് ആയതാ ബ്രദറെ, ഡൈവോഴ്സ് ആയിട്ടാണ് ഞങ്ങൾ വേറെ കല്യാണം കഴിച്ച. പേപ്പറൊക്കെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കോടതിയിൽ നിന്ന്. ഓർത്തോണം, പേപ്പർ കോടതി റെഡിയാണ്, പക്ഷെ സ്വർഗത്തിൽ റെഡിയല്ല. നിങ്ങൾ പുതിയ ഭാര്യയും പുതിയ ഭർത്താവും പോകുന്ന കാണുമ്പോൾ കർത്താവ് അവരെ സഹായിച്ചൊന്നും പറയണ്ട. കാരണം ഒറിജിനൽ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് അവർ ഫലത്തിൽ വ്യഭിചാരമാണ് ചെയ്യുന്നത്. ഇപ്പൊ ചർച്ചുകാർ ഇവരുടെ കല്യാണം നടത്തി കൊടുത്തപ്പോൾ
അവര് ആ വിവാഹ സർട്ടിഫിക്കറ്റിൽ അവരറിയാതെ ഒരു ലൈൻ അതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്, ജീവിതകാലം മുഴുവൻ വ്യഭിചാരം ചെയ്യാൻ നിങ്ങളെ ഞങ്ങൾ പറഞ്ഞു വിടും. ദാറ്റ്സ് ദ ലൈൻ. കാരണം ഒറിജിനൽ ഇരിപ്പുണ്ടെന്ന്, ഒറിജിനൽ അവകാശം ജീവിച്ചിരിക്കുക. അത്ര ഭയങ്കര വിവാഹ നിയമം ലോകത്തിൽ ഒരു മതത്തിലും ഇല്ല, ഒരു സമൂഹത്തിലും ഇല്ല, ലോകത്തിൽ ഒരിടത്തും ഇല്ല. അൺടിൽ ഡെത്ത് ഡു അസ് പാർട്ട്. അത് കല്യാണത്തിന്റെ പ്രത്യേകത. ഇത് അവിടെ എടുത്ത് പൗലോസ് ഇവിടെ എടുത്തോണ്ട്, എന്നിട്ട് ശിഷ്യന്മാർക്ക് അത് വിഷമം തോന്നിയിട്ട് കർത്താവിനോട് ചോദിച്ചു, ഏതെങ്കിലും വിധത്തിൽ സ്ത്രീ ഉപേക്ഷിക്കാൻ പറ്റുമോ? കർത്താവ് പറഞ്ഞ പറ്റത്തില്ല. ദൈവം കൂട്ടി ഒഴിപ്പിച്ചാൽ മനുഷ്യൻ വേർപിരിക്കുന്ന. പിന്നെ പരസംഗമാണെങ്കിൽ വേണമെങ്കിൽ ഉപേക്ഷിക്കാം, പരസംഗമാണെങ്കിൽ നിർബന്ധമൊന്നുമില്ല. ക്ഷമിക്കാമെങ്കിൽ ക്ഷമിച്ചോ, കാരണം നമുക്കറിയാലോ ഗോമറിന്റെ ഒക്കെ കഥ. ക്ഷമിക്കാമെങ്കിൽ ക്ഷമിച്ചോ, പക്ഷെ ഉപേക്ഷിക്കാനുള്ള അനുവാദമുണ്ട്. പക്ഷെ ഉപേക്ഷിച്ച് രണ്ടാമത് കെട്ടാമെന്ന് മാത്രം വിചാരിക്കണം. ഉപേക്ഷിച്ചവളെ വിവാഹം കഴിക്കുന്നതിന് ഉപേക്ഷിക്കുന്നവനെല്ലാം വ്യഭിചാരം ചെയ്യുന്നു, പരസംഗ നിമിത്തം അല്ലെങ്കിൽ ആ ഉപേക്ഷണം പോലും വ്യഭിചാരം. ശിഷ്യന്മാർ ഇത് കേട്ട് തല കറങ്ങിപ്പോയി. കാരണം ഇതുവരെ ഇങ്ങനെ കേട്ടിട്ടില്ല. കാരണം കർത്താവിന് ഇതൊരു പാഷനേറ്റ് വിഷയമാണ്. കർത്താവിന് ഒരു സഭയേ ഉള്ളൂ, ആ സഭയ്ക്ക് ഒറ്റ മണവാളനാണ്. വിവാഹ ബന്ധത്തിന്റെ യൂണിറ്റി എന്ന് പറയുന്ന കർത്താവിന് പ്രാണനെ പോലെയാ. കർത്താവ് പറഞ്ഞത് അതുകൊണ്ടാ തന്റെ മണവാട്ടിക്ക് വേണ്ടി അവൻ ജീവൻ കൊടുത്ത മണവാളൻ. ഇറ്റ്സ് ഓൺലി വൺ സിംഗിൾ മണവാട്ടി, വൺ ആഡം, വൺ ഈവ്, വൺ ക്രൈസ്റ്റ്, വൺ ചർച്ച്. അപ്പൊ ശിഷ്യന്മാർ പറയും, ഇങ്ങനെയാണ് കല്യാണം കഴിക്കാതിരിക്കുന്നത് നന്നല്ലേ? ഇങ്ങനത്തെയൊക്കെ നിയമമായിട്ട് കല്യാണം കഴിക്കുമ്പോൾ പാളിപ്പോയാ എന്ത് ചെയ്യും? ഉപേക്ഷിക്കാനും പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുന്ന നല്ലതെന്ന് പറഞ്ഞപ്പോ കർത്താവ്, ഞാനാണെ പറഞ്ഞ പോയെന്നെ അറിയാതെ, അത് സാരമില്ല ബ്രദറെ, നമുക്ക് കല്യാണം കഴിച്ചോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറയും. കർത്താവ് അങ്ങനെയൊന്നും പറഞ്ഞില്ല, കല്യാണം കഴിക്കേണ്ടതാണെന്ന് തന്നെയാണ്. അപ്പൊ തന്നെ പറഞ്ഞു, സ്വർഗ്ഗരാജ്യത്തെ പ്രതി വേണം നീ ഷണ്ണനായിട്ട് ജീവിച്ചോളാം, പക്ഷെ ഉപേക്ഷണം മാത്രം നിങ്ങൾ വിചാരിക്കുകയെ വേണം. ദാറ്റ് വാസ് ദ കമാൻഡ്. ഞാൻ ആലോചിക്കുന്നുണ്ട്, ഇന്നത്തെ കാലത്താണ് ഒരുവിധമൊക്കെ ഡൈവോഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു 10-50 വർഷം മുമ്പൊക്കെയാണ് ഇവിടെ ഈ ലോകത്തില് എന്താ പറയുക ഡൈവോഴ്സ് ഒരു മോശമായി. ഇപ്പൊ എല്ലാവരും കോമൺ ഭാഗമായി. പക്ഷെ കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മുസ്ലിങ്ങളൊക്കെ ഇപ്പോഴും ആ നൂറ്റാണ്ട് ആ കാലഘട്ടങ്ങളിൽ തലാഖ് വിട്ട് അടുത്ത ആളെ കെട്ടി 4 പേരെ കെട്ടി ഇങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ സമൂഹം. ഒരാൾ പലരെ കല്യാണം കഴിക്കും, തോന്നുമ്പോൾ ഉപേക്ഷിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. കർത്താവ് പറഞ്ഞു മാരേജിന് ഒറ്റ റോളേ ഉള്ളൂ. ഒരുത്തനെ കർത്താവ് സൃഷ്ടിച്ചു, മണ്ണുകൊണ്ട് മെനഞ്ഞ് ഉണ്ടാക്കി ആദം, അവൻ ഒരു പെണ്ണിനെ കൊടുത്തു. ജീവിതകാലം മുഴുവൻ അവർ ഒരു ശരീരമായിരിക്കും, വേറെ ഒന്നും. ദൈവത്തിനൊരു റൂളും ഇല്ല. ഹവ്വ ശരിയല്ല, എനിക്ക് പഴം പറിച്ചെന്നാൽ ദുഷ്ടയാണ്, വേറൊരാളെ കർത്താവേ, നോ വേ. വൺസ് യു ബിക്കം വൺ, യു ആർ വൺ ഫോർ എവർ. ഇനി ഇവിടെ പറയാണ്, ഭാര്യ ഫ്രീ ആവണമെങ്കിൽ ഭർത്താവ് മരിക്കണം, അല്ലെ ഒരു തരത്തിൽ ഊരി പോകാൻ പറ്റത്തില്ല. സെപ്പറേറ്റ് ചെയ്ത് താമസിക്കാൻ കേട്ടോ, ജീവനിൽ പ്രശ്നം ഉണ്ടെങ്കിൽ. പക്ഷെ കല്യാണം കഴിക്കാൻ പറ്റില്ല, വേറെ കല്യാണം കഴിക്കാൻ പറ്റില്ല. അത് പൗലോസ് കൊരിന്ത്യലേഖനത്തിൽ പറയുന്നുണ്ട്, വേർപിരിയുന്നെങ്കിൽ പിരിയട്ടെ, പക്ഷെ അങ്ങനെ തന്നെ പാർക്കണം, വിവാഹം കഴിക്കാൻ പാടില്ല. കാരണം വി കനോട്ട് ഗിവ് അവർ ബോഡി ടു അനദർ പേഴ്സൺ. അത് ബോഡിയിലുള്ള പാവോ, ദാറ്റ്സ് വൺസ് ഗിവൻ പേഴ്സൺ, ദാറ്റ്സ് ഫൈനൽ. യു കനോട്ട് ഗിവ് യുവർ ബോഡി ടു അനദർ പേഴ്സൺ ആൻഡ് ദാറ്റ്സ് അഡൾട്ടറി. ഇന്ന് കാലത്ത് ഇതൊക്കെ ആര് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. 3-ാം വാക്യം, ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനാൽ വ്യഭിചാരിണി എന്നും ഭർത്താവ് മരിച്ചുവെങ്കിലും അവൾ വേറെ പുരുഷനാൽ വ്യഭിചാരിണി എന്ന് വരാത്ത വിധം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകും. ഭർത്താവ് മരിച്ച ആള് രക്ഷപ്പെടും. ഇനി ഇതൊന്ന് ശ്രദ്ധിച്ച്, നമുക്ക് ഒരു ഭർത്താവ് ഭയങ്കര സ്ട്രിക്റ്റും ദുഷ്ടനുമായ, ദുഷ്ടനല്ല, ഭയങ്കര തലവേദന പിടിപ്പിക്കുന്ന ഒരു ഭർത്താവാന്ന് വിചാരിച്ചു. ഈ ഭയങ്കര നീതിമാന്മാരുടെ അടുത്ത് ജീവിക്കാൻ വലിയ പാടാ. രാവിലെ എഴുന്നേറ്റ ഉടനെ അടിച്ചു വാരിയോ, ഇതെന്താ കറി ഇങ്ങനെ ഇരിക്കുന്നത്, കൃത്യസമയത്ത് എന്താ റെഡിയാവാത്ത, ഇതെന്താ ഈ കർട്ടൻ നേരെ വിരിച്ചിടാത്ത, ഇതെന്താ പുസ്തകം മേശപ്പുറത്ത് അടുക്കി പറക്കി വെക്കാത്ത, ഇതെന്താണ് ഈ ടേബിൾ വിരി ഇന്നലെ തുടച്ചിട്ടില്ലേ? ഇങ്ങനെ ചോദ്യങ്ങളോട് ഒരു സ്നേഹവും ഇല്ല. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഡിമാൻഡ്സ്. വൈകിട്ടായപ്പോഴേക്കും ഭാര്യ അടുത്ത് പണിയെല്ലാം എടുത്ത്, ഭാര്യയ്ക്കൊരു ചിന്തയുണ്ട്, ഞാൻ ഇന്ന് ഒത്തിരി പണി ചെയ്തു, അധ്വാനിച്ചു. പക്ഷെ ഭർത്താക്കന്മാർ ഒരിക്കലും മനസ്സിലാക്കില്ല. ഏത് സഹോദരൻ ചോദിച്ചാലും എപ്പോഴും പണിയാ, ബിസിയാ. പക്ഷെ ഭർത്താക്കൻ പറഞ്ഞാൽ എന്താ ഭാര്യയ്ക്ക് ജോലി? അവൾക്ക് ജോലിയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു പണിയില്ല എന്നർത്ഥം. ഇതേ അവസ്ഥയാണ് നമ്മുടെ അവസ്ഥ. രാവിലെ തൊട്ട് ന്യായപ്രമാണം അനുസരിക്കില്ല.
ഇഷ്ടപ്പെട്ട അനുസരിച്ച് അവസാനം ഇപ്പം ന്യായപ്രമാണം പറയാം, നീ പോക്കാ, നീ ചാവുള്ളൂ. എന്ത് ചെയ്യും? പ്രമാണത്തിന്റെ അവസാനം മരണം. ഈ മാങ്ങാപ്പഴത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞ ഓർക്കുന്നുണ്ടോ? മാങ്ങാപ്പഴം മുഴുവൻ തിന്നാലും മാങ്ങാണ്ട് കയ്യിരിക്കും, അത് തീരാതെ ഇത് തീരില്ല, അത് എന്ത് ചെയ്താൽ തീർക്കാൻ പറ്റത്തില്ല. ഇങ്ങനൊരു അടിമത്തത്തിലിരിക്കുക. ഈ ഭാര്യ മടുത്തു, കുറെ കഴിയുമ്പോൾ എല്ലാരും മടുക്കും. മടുത്ത് കഴിഞ്ഞിട്ട് ഭാര്യ, എന്റെ ദൈവമേ, ഞാൻ എവിടെയെങ്കിലും പോയി മരിക്കുമായിരുന്നേ, വേറെ ആരെങ്കിലും കേട്ട് ജീവിക്കാറുണ്ട്, ഡൈവോഴ്സ് ഇല്ല. പക്ഷെ കർത്താവ് പറയുക, അതാണ് പ്രശ്നം. ഇവിടെയാണ് കൃപക്കാർക്ക് വലിയൊരു പറ്റിയത്. കർത്താവ് പറഞ്ഞ, ആകാശവും ഭൂമി ഒഴിഞ്ഞു പോയ, ന്യായപ്രമാണം മരിക്കുമെന്നോ അതിന്റെ ഒരു വള്ളിയും പുള്ളിയും പോകുന്നു. ഭാര്യമാരെ, നിങ്ങൾ വിചാരിക്കണം, ഗോഡ്സ് ലോ കനോട്ട് ബി ചേഞ്ച്. ഭർത്താവ് മരിച്ചാലേ ഭാര്യയ്ക്ക് ഫ്രീഡം ഉള്ളൂ. പക്ഷെ ഭർത്താവ് മരിക്കില്ല, ഡൈവോഴ്സും തരില്ല. മരിക്കോ ഇല്ല, ഡൈവോഴ്സ് തരുവോ ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഹൗ വിൽ വി ബി സേവ്ഡ് ഫ്രം ദ ലോ? അടുത്ത വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ, ഇങ്ങനൊരു കുരുക്ക് നമുക്കുള്ളത് കൊണ്ട് സഹോദരന്മാരെ, എന്താ കുരുക്ക്? ന്യായപ്രമാണം എന്ന ഭർത്താവ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, നമുക്ക് രക്ഷിക്കുന്നുമില്ല, പാപമെല്ലാം കാണിച്ചു തരുന്നുണ്ട്, നശിക്കുമെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം, എന്നാൽ ഡൈവോഴ്സും തരികയില്ല, എന്നാ മരിക്കില്ല. ഇതാണ് കുരുക്ക്. 4-ാം വാക്യം പറയാണ്, അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാർ. അതാണ് അണ്ടർ ഗ്രേസ്. മനുഷ്യർക്ക് ഫലം കായ്ക്കുന്നത് അത്തിയില ഫിഗ് ലീവ്സ്, പുറമെയുള്ള നീതി. ദൈവത്തിന് ഫലം കൊടുക്കുന്ന ആന്തരികമായ നീതി. അപ്പൊ ന്യായപ്രമാണം നമ്മുടെ ഭർത്താവ് ആയിരിക്കുന്നിടത്തോളം കാരണം നമ്മൾ നീതിയെ കാണിക്കാൻ പറ്റുള്ളൂ. കാരണം മോശയുടെ പുസ്തകം വായിക്കുമ്പോഴെല്ലാം, പഴയതും വായിക്കുമ്പോഴെല്ലാം നമ്മുടെ ഹൃദയത്തിൽ മൂടുപടം. പുറമെ നല്ല ക്ലീനാ, എന്ത് ബ്രദറെ, എത്ര നാളായി കണ്ടിട്ട്, ഞാൻ ഓർക്കാത്ത ദിവസമില്ല. പുറമെ നല്ല ക്ലീൻ, പക്ഷെ അകത്ത് മൂടുപടം ഇട്ടാലേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പഴയ നിയമം വായിക്കുമ്പോൾ അകത്ത് മൂടുപടം, വ്യഭിചാരം ചെയ്യരുത്, ചെയ്യുന്നില്ല, പക്ഷെ അകത്ത് മൂടുപടം, അത് തുറക്കരുത്, അത് തുറന്ന എല്ലാ ബോധം കിട്ടി വീഴും. അങ്ങനെയാണ് പഴയ നിയമം നമ്മൾ വായിച്ചെടുക്കുന്നത്. ഇവിടെ പറയണം, അതുകൊണ്ട് സഹോദരന്മാർ, ഇനി മനുഷ്യർക്ക് ഫലം കാഴ്ച പോരാ, പുറമേ ഉള്ളത് പോരാ, ബാഹ്യമായത് പോരാ, ഭാഗികമായത് പോരാ, മനുഷ്യരെ തൃപ്തിപ്പെടുത്തുന്നത് പോരാ, മനുഷ്യരുടെ മുമ്പിൽ വിളങ്ങുന്നത് പോരാ. പിന്നെ എന്ത് വേണം? ദൈവത്തിന് ഫലം കൊടുക്കണം. ആന്തരികമായ നീതി വേണം, അകത്തെ മനുഷ്യന്റെ നീതി വേണം, ക്രിസ്തുവിന്റെ നീതി വേണം. അവന്റെ ഫലം പുറപ്പെടുവിക്കണം, ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കണം. അതിന് എന്ത് ചെയ്യണം? നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവൻ. അപ്പൊ നമുക്ക് ഒരു ഭർത്താവുണ്ട്, ന്യായപ്രമാണത്തിന് കീഴിരിക്കും തോറും നമ്മുടെ ഭർത്താവ് ദുഷ്ടനായ ന്യായപ്രമാണമാണ്. ദുഷ്ടൻ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, നീതിമാനാ, ഭയങ്കര നീതിമാനാ, പക്ഷെ ഭയങ്കര ശല്യക്കാരന്. അപ്പൊ ആ നീതിമാനായ ന്യായപ്രമാണം അല്ല, ഇത് ഞാൻ വേറൊരാളിലേക്കാ. ആരാ അത്? മരിച്ചുയർത്തെഴുന്നേറ്റ ഒരാളുണ്ട്, ക്രിസ്തുവാണ്. ആ ആളുടെ സ്വന്തമാണ്. അപ്പൊ എനിക്ക് കല്യാണം ഒന്ന് ഒഴിഞ്ഞിട്ട് ആരെ കെട്ടണം? മരിച്ചുയർത്തെഴുന്നേറ്റ ഒരാളെ കെട്ടണം, ആളുടെ സ്വന്തമാകണം. മരിച്ചുയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന്. അപ്പൊ നമ്മളിപ്പോ ന്യായപ്രമാണത്തിന്റെ അടിമയാണ്, പക്ഷെ നമുക്ക് ആരാകണം? ഇനി മരിച്ചുയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിന്റെ സ്വന്തം ആകണം. അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്നറിയോ? എന്ത് ചെയ്യാം? കല്യാണം ഒഴിയാനുള്ള വഴി എന്തുവാ? ഭർത്താവ് മരിച്ചില്ല, ഭർത്താവ് ഡൈവോഴ്സും തരില്ല, പിന്നെ ആകെ ചെയ്യാൻ പറ്റുന്ന ഭാര്യയ്ക്ക് മരിക്കാന്നുള്ളതാണ്. ഇവിടെ അതാ സംഭവിക്കുന്നത്. വായിച്ചു നോക്കിയേ. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കും. അപ്പൊ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോ നമ്മളും അക്കൂടെ മരിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലേ ഇത്? യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോ നമ്മളും അക്കൂടെ മരിച്ചു. അപ്പൊ മരിച്ചപ്പോ എന്താ സംഭവിച്ചത്? ന്യായപ്രമാണ സംബന്ധമായിട്ടും മരിച്ചു. ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ. മനുഷ്യപുത്രൻ ശാപത്തിനും കർത്താവാ, ന്യായപ്രമാണത്തിന് മുകളിലാ കർത്താവിന്റെ നീതി. ആ പെർഫെക്റ്റ് നിറവേറില്ല. ഞാൻ ഇനി അവന്റെ സ്വന്തം. അതുകൊണ്ട് എന്നെ ഭരിക്കുന്ന ലോക്കൽ പോലീസുകാരനല്ല, എന്നെ ഭരിക്കുന്നത് എന്റെ പിതാവാ. അവനാ പ്രധാനമന്ത്രി, അവനാണ് ഭരണകർത്താവ്. ഹീസ് ദ കിങ്. പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ശരിയല്ല, കിങ്ങിന്റെ മകൻ നോക്കുന്ന അവനാ. ഐ ഡൈഡ് ഹിയർ ആൻഡ് ഐ ലിവ് ദെയർ.
ഞാൻ ഇവിടെ മരിച്ചു. ഇവിടെ മരിച്ച പാപസംബന്ധമായിട്ട് മരിച്ചവർക്ക് മാത്രമേ ന്യായപ്രമാണ സംബന്ധമായിട്ട് മരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ വി ആർ എൻജോയിങ് ദാറ്റ് ഡെത്ത് വിത്ത് ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ അവന്റെ മരണത്തിന്റെ കൂട്ടായ്മ അനുഭവിക്കും. അതുകൊണ്ട് നമ്മൾ സ്നാനപ്പെടുന്നത്, ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ. ക്രിസ്തു എന്നിൽ ജീവിക്കുമ്പോൾ ഒരു പ്രമാണത്തിന് എന്നോട് വ്യഭിചാരം ചെയ്തെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ദാറ്റ്സ് നോട്ട് ദെയർ ഇൻ മൈ ഹാർട്ട്. ക്രൈസ്റ്റ് ഈസ് ലിവിങ് ദെയർ. എന്റെ ഉള്ളിൽ അത് ഇല്ല, അത് ചത്തുപോയി, ആ ചേസ് ചത്തു. ആ പാപം താലോലിച്ചിരുന്ന അയാളുണ്ടല്ലോ, അയാൾ ചത്തുപോയി. യേശുവിന്റെ ക്രൂശിൽ ആ പാപ പ്രകൃതം അവസാനിച്ചു. എങ്ങനെ വിശ്വസിക്കും പാസ്റ്റർ? ഞങ്ങളുടെ ലൈഫിൽ ഇത് പിന്നെയും കാണുമല്ലോ. കാണുന്നതല്ല ഞാൻ പറയുന്നത്, കാണുന്നുണ്ട്. പക്ഷെ രണ്ടും കൽപ്പിച്ച് വിശ്വസിച്ചേ തത്തു. അത് വിശ്വസിച്ച് കഴിയുമ്പോൾ നമ്മൾ അങ്ങനെ ആവും. ഫെയ്ത്ത് ക്യാൻ ഡു എനിത്തിങ്. ഫെയ്ത്ത് ക്യാൻ സാങ്ക്ടിഫൈ us. എനിക്കത് എന്തുമാത്രം മനസ്സിലായെന്ന് എനിക്ക് അറിയത്തില്ല. മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇവിടെ പറയുന്ന വേറൊരുവനാകേണ്ടത് ക്രിസ്തുവിനാണ്. ഇപ്പോൾ വേറൊരു വലിയ പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മുടെ പുതിയ ഭർത്താവ് ആരാ? ഇപ്പൊ നമ്മൾ ആരുടെയാ? യേശു ക്രിസ്തുവിന്റെയാ. യേശുക്രിസ്തുവിന്റെ ആകുമ്പോൾ നമുക്കൊരു പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം അല്ല, ഒരു തരത്തിൽ പറഞ്ഞ ഒരു പ്രോബ്ലം ആണ്. നേരത്തെ ഈ ന്യായപ്രമാണം നമ്മളുടെ ഒത്തിരി കൽപ്പനകളൊക്കെ പറയുമായിരുന്നു. പക്ഷെ അതൊന്നും വലിയ പാടില്ലായിരുന്നു. പാടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ചെയ്യാൻ വലിയ പാടില്ലായിരുന്നു. സർക്കംസിഷൻ ചെയ്യാം, ആ ടെമ്പിളിൽ പോയുള്ള കർമ്മങ്ങൾ ചെയ്യാം, 10 കൽപ്പനകൾ അനുസരിക്കുക, വലിയ പാടില്ലായിരുന്നു. വേണേ ശ്രമിച്ചാൽ ചെയ്യാമായിരുന്നു. പക്ഷേ ഈ പുതിയ ഭർത്താവ് വന്നപ്പോ രാവിലെ ഭാര്യ 5 മണിക്ക് എഴുന്നേറ്റാൽ മതിയായിരുന്നു, 2 കറി ഉണ്ടാക്കിയാൽ മതിയായിരുന്നു, തലേദിവസം സാമ്പാർ ചൂടാക്കി വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ പുതിയ ഭർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടി. ഭയങ്കരമായിട്ട് കൂടി എന്ന് പറഞ്ഞാൽ 4 മണിക്ക് എഴുന്നേക്കണം, ഫ്രഷ് ആയിട്ടെല്ലാം ഉണ്ടാക്കണം. നേരത്തെ തുടച്ചാൽ മതിയെങ്കിൽ, തൂത്താൽ മതിയായിരുന്നെങ്കിൽ ഇപ്പം വെള്ളം കൊണ്ടിട്ട് തുടയ്ക്കണം. നീതിയുടെ ഡിമാൻഡ് ഭയങ്കരമായിട്ട് അങ്ങ് കൂടി. നേരത്തെ എനിക്ക് എന്തെങ്കിലും ചെയ്തു എന്നൊരു ഫീലിംഗ് എങ്കിലും ഉണ്ടായിരുന്നു. 10% കൊടുക്കുമ്പോൾ നമുക്കൊരു ഫീലിംഗ് കിട്ടുമല്ലേ, കൊടുത്തു എന്ന് ന്യായപ്രമാണം. പക്ഷെ ഇവിടെ 100 കൊടുത്തിട്ടും മതിയായോ എന്നൊരു സംശയം. അത് പുതിയ നിയമമാണ്. ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് എന്ത് ചെയ്താലും ഒരു ആശ്വാസമാണ്, ചെയ്തല്ലോ. അത് ഏറ്റവും നല്ല എക്സാമ്പിൾ ദശാംശം 10% കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഫീലിംഗ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഞാൻ നീതിമാനാണ് ദൈവത്തിന് മുമ്പിൽ. എന്നോട് കഴിഞ്ഞ വർഷം ഒരാൾ ചോദിച്ചാ, ഫാസ്റ്റർ 25,000 രൂപയുടെ ദശാംശം 2,500 തന്നെയാണോ? ഞാൻ പറഞ്ഞു അതെ. അല്ലേ? അതെ അതെ ഫാസ്റ്റർ, ഞാൻ കൃത്യമായിട്ട് 2,500 രൂപ ദശാംശം കൊടുക്കുന്നു. പക്ഷെ എന്റെ കാര്യവും നടക്കുന്നില്ല. അതെന്താണ്? ദൈവത്തിന്റെ കൂലി കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷെ ദൈവം ആ പണി കൂലി മേടിക്കുന്നതനുസരിച്ച് പണിയുന്നില്ല. എന്തൊരു ദയനീയമായ അവസ്ഥ. ഇനി ഇതിനേക്കാൾ രസകരമായ കഥയുണ്ട്. ആ മനുഷ്യനിപ്പോ ജീവിച്ചിരിപ്പില്ല, പാവം, മരിച്ചുപോയി. മരിച്ചവരെ കുറിച്ച് അതിന്റെ കുഴപ്പം പറഞ്ഞാലും കുഴപ്പമില്ലോ, അതിന് ചോദിക്കാൻ വരികയല്ലോ. പുള്ളി ഇങ്ങനെ വളരെ പ്രാർത്ഥിച്ച് ഒരു വണ്ടി മേടിച്ചു, ലോഡ് കൊണ്ടുവന്ന വണ്ടി. ആ വണ്ടി ഏതെന്നൊക്കെ പറഞ്ഞാലും ആളെ മനസ്സിലാവും, അതുകൊണ്ട് പറയും, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ആളെ. ഒത്തിരി പ്രാർത്ഥിച്ച് ഉപവാസമൊക്കെ എടുത്ത് പാസ്റ്ററൊക്കെ പ്രാർത്ഥിച്ചാണ് വണ്ടി മേടിച്ചത്. പുള്ളി നല്ല പണമുള്ള ആളാണ്. ഈ വലിയ വണ്ടി ഒത്തിരി പണമുള്ള ചിലവുള്ള വണ്ടിയാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, ഈ വണ്ടിയായിട്ട് പുള്ളി ആദ്യം പോയത് ഫോറസ്റ്റുകാരെ വെട്ടിച്ച് കള്ളത്തടി കടത്തിക്കൊണ്ട് വരാൻ വേണ്ടിയാണ് ഈ വണ്ടി ആദ്യമായിട്ട് ഓടുന്നത്. കന്നി ഓട്ടത്തിൽ മുങ്ങിപ്പോയ ടൈറ്റാനിക്കിനെ പോലെ ആദ്യത്തെ ഓട്ടത്തിൽ തന്നെ ഈ വണ്ടിയെ ഫോറസ്റ്റുകാർ പിടിച്ചു. അന്നാണെങ്കിൽ കേരളത്തിലെ DFO ഒരു ലേഡിയാണ്. അവരാണെങ്കിൽ ഒന്നിനും വഴങ്ങാത്ത ആള്, ഭയങ്കര ഓണസ്റ്റ്. ഇവര് അഭ്യാസങ്ങൾ പലതും നോക്കി. പെന്തക്കോസ്തുകാരനാണ്, അഭ്യാസത്തിന് കുറവൊന്നുമില്ല. അവരനങ്ങിയില്ല. അവസാനം പുള്ളി ചർച്ചിലോട്ട് വന്നൊരു സാക്ഷ്യം പറഞ്ഞു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇന്നേ വരെ ഈ പാസ്റ്ററോട് ചോദിച്ചു, ഒരു ദശാംശം പോലും ഞാൻ മുടക്കിയിട്ടില്ല. പക്ഷെ എന്റെ വണ്ടി ആ പെണ്ണുമ്പിള്ള കൊണ്ടുപോകുമ്പോ ഈ മിഖായേലും ഗബ്രിയേലും ഒക്കെ അവിടെ എന്ത് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. ദശാംശം 100 രൂപ കിട്ടിയപ്പം 10 രൂപ കൊടുത്തവന്റെ അഹങ്കാരം. ഇതാണ് ന്യായപ്രമാണം നമുക്ക് തരുന്ന അഹങ്കാരം. ചെയ്തവൻ, അനുസരിച്ചവൻ, ദൈവത്തിനു മുമ്പിൽ അനുസരണം കൊണ്ട് നീതി ഉണ്ടാക്കിയവൻ. ഇനി ദൈവം എന്നെ മറ്റുള്ളവരെല്ലാം നരകത്തിലിട്ട് എന്നെ ഒന്ന് കൊണ്ടുപോയി മുകളിലോട്ട് കൊണ്ടുപോയി, ഓ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നിന്നെ ഞാൻ നോക്കിയിരിക്കുവായിരുന്നു പറയുന്ന കേൾക്കാനിരിക്കുന്ന പരീശന്മാർ.
ഇത് കൃപയ്ക്കധീനരല്ല, ഇവര് പാപത്തിന്റെ അടിമകളാണ്. അവരാണ് ന്യായപ്രമാണത്താൽ ജസ്റ്റിഫൈഡ് ആണ്. നിങ്ങൾ 10 കൊടുത്തോണ്ടൊന്നും മതിയാക്കണ്ട. പാസ്റ്റർമാർ കൊടുക്കുന്ന കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞു. പാസ്റ്റർമാർ കൊടുക്കണ്ടെന്നല്ല, അവർക്കും കൊടുക്കണം. പക്ഷെ നമ്മുടെ കയ്യിലുള്ള പണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ, നമ്മളെ ദൈവത്തിന്റെ, നമ്മൾ മുഴുവൻ ദൈവത്തിന്റെയാണ്. ഇപ്പൊ തന്നെ അസ്വസ്ഥത ഉണ്ടായി തുടങ്ങി കാണുമായിരിക്കും. പക്ഷെ ഞാനിതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. അപ്പം ഈ പ്രമാണത്തിന് മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ പറ്റും, പക്ഷെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന നീതി എന്ന് പറയുന്നത് വലിയ 10 അല്ല 100. അപ്പൊ പുതിയ ഭർത്താവിന്റെ അടുത്ത് വന്നപ്പോ ഞാൻ ആകെ പരവശനാണ്. ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ച കുറച്ചുകൂടെ ഭേദമായിരിക്കും, കൃപ എന്നൊക്കെ കേട്ടോണ്ടാണല്ലോ വന്നത്. ഇതിപ്പോ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു വിളിച്ചോണ്ട്, രക്ഷ സൗജന്യം എന്നൊക്കെ പറഞ്ഞല്ലേ വിളിച്ചോണ്ട്. ഇപ്പൊ ഈ മത്തായിയുടെ സുവിശേഷമൊക്കെ വായിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായി ഇത് 300 കിലോ ആണ്, ഇത് എന്ത് ചെയ്യും? അതുകൊണ്ടാ സഹോദരങ്ങളെ ഞങ്ങൾ പാസ്റ്റർമാര് പുതിയ നിയമത്തിൽ നിന്നൊന്നും പറയാതെ, പുതിയ നിയമത്തിൽ പറഞ്ഞ പ്രശ്നം 2 ഉടുപ്പുള്ളവനും ഇല്ലാത്തവനും കൊടുക്കട്ടെ. ഉടനെ നിങ്ങൾ ചോദിക്കില്ല ഇന്നലെ 8 ഷർട്ടാണോ പാസ്റ്റർ ഇന്നിടുന്നത്? പ്രശ്നം ഉണ്ടാക്കുന്ന എന്തിനാ? നിങ്ങൾക്ക് സ്വത്തെല്ലാം വിറ്റ് ദരിദ്രം കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക. ഞാനത് പ്രശ്നം നിങ്ങൾ ഉടനെ ചോദിക്കല്ലേ, നിങ്ങൾ എല്ലാം ദരിദ്രം കൊടുത്തിട്ടാണോ എന്നെ അനുഗമിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയും? അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഞങ്ങൾ സെരുബാബേലിനെ കുറിച്ചും ദാനിയലിനെ കുറിച്ചും പ്രസംഗിച്ചിട്ട് പോകുന്നത്. നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ക്ഷമിക്കും. ഞങ്ങൾ മാങ്ങാണ്ടി അടിക്കാൻ പറ്റാത്തവരായതുകൊണ്ട് ഞങ്ങൾ നീക്കെ ചെത്തി അതിന്റെ പൂള് മാത്രമേ തരുന്നുള്ളൂ. അപ്പൊ പുതിയ ഭർത്താവിന്റെ അടുത്ത് വന്ന് പട പേടിച്ച് പന്തളത്തി വന്നപ്പോൾ അവിടെ പന്തം കൊളുത്തി പെടാന്ന് പറഞ്ഞ അവസ്ഥയെ ഒരു കൽപ്പന പോലും അനുസരിക്കുന്നില്ലെന്ന് മാത്രമല്ല, അനുസരിച്ചെന്നുള്ള ഒരു ഫീലിങ്ങും ഇല്ല. ഇത് എന്തായിത്തീരുമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയായി. അപ്പൊ ഞാൻ രാവിലെ തൊട്ട് അധ്വാനിച്ച് ഓടി നടന്ന്. അപ്പൊ ഞാൻ നേരത്തെ വരച്ച വര ഓർക്കണേ. കൃപയുടെ സെക്ഷൻ ഉണ്ട്, താഴെ പാപത്തിന്റെ സെക്ഷൻ ഉണ്ട്. പാപത്തിന്റെ സെക്ഷൻ നിയന്ത്രിക്കപ്പെടുന്നത് ന്യായപ്രമാണത്താൽ. ഈ ന്യായപ്രമാണം 10% വെച്ചേക്കുന്ന ആർക്ക് വേണ്ടിയാണെന്നറിയോ? ആർക്ക് വേണ്ടിയാന്ന് പറയാം? 1 രൂപ പോലും ഒരുത്തരും കൊടുക്കാൻ വയ്യാത്തവനുള്ളതാണ് 10% നിയമം. മഹാധനമോഹികൾ ഒരാൾക്ക് 1 രൂപ കൊടുക്കാത്തതുകൊണ്ട് പറയാണ് ദൈവം ബലമായിട്ട് 10 കൊടുത്തേ പറ്റുള്ളൂ. അതാണ് തെറ്റാണ്. അപ്പൊ 30 ഓൾറെഡി 30 കൊടുക്കുന്നവന് 10ന്റെ റൂൾ ഇല്ല. ഈ 15 കൊടുക്കുന്നവന് 10ന്റെ റൂൾ ഇല്ല. 11 കൊടുക്കുന്നവർക്ക്, ഞാൻ ഈ പൈസയുടെ കാര്യം പറയാൻ വേണ്ടി അല്ല കേട്ടോ, ഈ 2 ന്യായപ്രമാണങ്ങൾ തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞതാണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് ഇത് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. 1 രൂപ പോലും പുതിയ നിയമം നിങ്ങളോട് ചോദിക്കുന്നില്ല. ആ സൗജന്യമാണ്. അതൊക്കെ നിങ്ങളുടെ സ്നേഹമാണ്, നിയമങ്ങളല്ല. അത് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഞാൻ വൈകിട്ട് വരെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് സുവിശേഷം പറഞ്ഞ് ട്രാക്ട് കൊടുത്തു. അപ്പൊ ഒരു പാട്ട് ഇങ്ങനെ പാടി, അവൻ ആർക്കും കടക്കാരനല്ല. അപ്പൊ എനിക്കൊരു ആശ്വാസമായി. അപ്പൊ ഞാൻ ട്രാക്ട് കൊടുത്താനല്ല എന്റെ തലമുറ അനുഗ്രഹിക്കും, എന്നെ അമേരിക്കയിലോട്ട് വിസ ശരിയാവും, ഞാൻ 2 ട്രാക്ട് കൊടുത്തേക്കാം. എന്തോ ഒരു കഷ്ടം. അപ്പൊ ഇങ്ങനെ തട്ടി മുട്ടി മുമ്പോട്ട് പോയി രാത്രി ഒരു സമാധാനം ഇല്ല. അപ്പൊ ഈ പാസ്റ്റർമാർ എന്നെ പോലുള്ളവരൊന്നും ചോദിക്കും, ഇന്ന് നീ മരിച്ചാൽ നീ സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുണ്ടോ? എന്തോറപ്പ്? ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ വിഷമിച്ച് ചിന്തിക്കുമ്പോ കർത്താവ് എന്നോട് ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ച ഇന്നത്തെ ജീവിതം? ഏതെങ്കിലും കൽപ്പന അനുസരിച്ചോ? ഞാൻ പറയും, എന്റെ കർത്താവെ, ആകെ സ്നാനം എന്നുള്ളൊരു കൽപ്പന അല്ലാതെ നീ പറഞ്ഞ ഒരു വക ഞാൻ അനുസരിച്ചിട്ടില്ല. കർത്താവ്, നിനക്കിത് അനുസരിക്കാൻ സ്വർഗത്തിൽ പോകാൻ പറ്റില്ല എന്ന് അറിയാലോ. അറിയാൻ കർത്താവ്, എന്ത് ചെയ്യും? ഐ എം എ സ്ലേവ്, അടിമ. എനിക്ക് അനുസരിക്കണമെന്നുണ്ട്. ഐ ഡോണ്ട് ഫൈൻഡ് എനി വേ. അപ്പൊ കർത്താവ് പറയും, മോനെ, നീ വിഷമിക്കണ്ട, നീ ചാവില്ല, നീ ജീവിക്കും. കാരണം എന്താണെന്നറിയോ? നീ എന്തെല്ലാമാണോ ചെയ്യേണ്ടിയിരുന്നത് അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനെ വലിയ അകപ്പയൊന്നുമില്ല നിങ്ങളോട്, കണ്ടറിയ പോലും ഇല്ലായിരിക്കും നാളെ വഴിയിൽ. പക്ഷെ എൻ്റെ ഉള്ളിലൊരു ഞെരക്കമുണ്ട്. കർത്താവെ, ഞാൻ ഇത്രയേ ഉള്ളൂ, നീ സംസാരിക്കണേ അവരോട്. എന്റെ സ്നേഹമല്ല, നിന്റെ സ്നേഹം അവരനുഭവിക്കണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അറിയാതെ ഈ വാക്കുകളിലൂടെ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഞാനല്ല, ക്രിസ്തു അത്രയെന്ന് ഞാൻ പറയുമ്പോൾ എന്റെ നീതിയല്ല, ക്രിസ്തുവിന്റെ നീതിയാ എനിക്ക് കണക്കാണ്. ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പം കർത്താവ് എന്റെ നേരെ ചേസ് ജോസഫ് എന്ന് പറഞ്ഞിട്ട് എന്റെ പ്രസംഗം നന്നാവാൻ വേണ്ടി, എന്റെ അപ്പിയറൻസ് നന്നാവാൻ വേണ്ടി, എന്റെ നാളെയും പ്രസംഗത്തിന് വിളിക്കാൻ വേണ്ടി ഞാൻ പ്രസംഗിച്ചെങ്കിൽ എനിക്ക് പ്രതിഫലം ഇവിടെ തന്നെ കിട്ടും. പക്ഷെ കർത്താവെ, നീ ജനത്തോട് എന്ത് പറയുമായിരുന്നുള്ള ഒറ്റ ചോദ്യം മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. കർത്താവെ, നീ നിൽക്കുന്ന സ്ഥാനത്താണ് ഞാൻ നിൽക്കുന്നത്,
നീ ഇവരോട് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ എന്റെ അല്ല, നിങ്ങളുടെയാണ്, ക്രിസ്തുവിന്റെയാണ്. ആ യജമാനന്റെ നീതിയാണ് എന്റെ അക്കൗണ്ടിൽ വരുന്നത്. എന്റെ നേരെ കർത്താവ് എഴുതി, ചേസ് ജോസഫ്. ക്രിസ്തു അന്ന് 5000 പേരോട് പ്രസംഗിച്ച ആ സ്നേഹം, ആ നീതി ഈ മൺമയമായ ശരീരത്തിലുള്ള ചേസിന്റെ അക്കൗണ്ടിൽ ഇരിക്കട്ടെ. കാരണം ഹി ബിലീവ്സ് ഞാനല്ല, ക്രിസ്തു അത്രേ മൈ സബ്സ്റ്റിറ്റ്യൂട്ട്. എന്റെ ഭാര്യയെ സ്നേഹിക്കുമ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് കർത്താവ് എന്നെ സ്നേഹിച്ച പോലെ സ്നേഹിക്കും. പക്ഷെ പല സ്വഭാവം കാണുമ്പോൾ അങ്ങനെ അത്രയും അങ്ങ് വരിക. അപ്പൊ ഞാൻ കർത്താവിനോട് എന്റെ കർത്താവ് അത്രയൊന്നും പറ്റുന്നു. ഭാര്യയ്ക്കും അങ്ങനെ തന്നെയാണ്. അപ്പൊ കർത്താവ് പറയും ഞാനല്ല, ക്രിസ്തു അത്രേ. അപ്പൊ ഞാൻ അങ്ങ് ബ്രോക്കൺ ആയിക്കോളും. കർത്താവ് എന്നിലൂടെ ആ സ്നേഹം ഭാര്യയ്ക്ക് കൊടുത്തു. അവന്റെ സ്നേഹത്തിന് ഒരു കുറവില്ല, അവന്റെ റിസോഴ്സിന് ഒരു കുറവില്ല. only thing is I died, Christ is living. That's faith. ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ആ ഫെയ്ത്ത് ആണ് എന്നെ ക്രിസ്തു എന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കി എനിക്ക് പകരക്കാരനാക്കി മാറ്റുന്നത്. അതുകൊണ്ട് ഞാൻ രാത്രിയിൽ ഇംപെർഫെക്റ്റ് ആണ്, പക്ഷെ ഞാൻ നല്ലൊരു ഓടി, ഞാൻ സമാധാനമായിട്ട് കിടന്നുറങ്ങുക. കാരണം എന്റെ നീതിയെ ദൈവത്തിന്റെ കൃപയാ പൂർത്തിയാക്കുന്നത്. ഹി വിൽ പെർഫെക്റ്റ് വാട്ട് ഹി സ്റ്റാർട്ടഡ്. അതുകൊണ്ട് എന്റെ പ്രത്യാശ മുഴുവൻ ആ മുകളിലത്തെ കോളത്തിലാണെങ്കിൽ ഞാൻ പ്രവർത്തിച്ച എന്റെ ജഡപ്രവൃത്തികളിലല്ല, ക്രിസ്തു എന്നിലൂടെ പ്രവർത്തിക്കുന്ന വിശ്വാസത്തിലാണ് എന്റെ ആശ്രയം. അതാണ് സ്വർഗത്തെ കുറിച്ചുള്ള എന്റെ ഗ്യാരണ്ടി. എന്നെ വിളിച്ചവൻ എന്നെ അവിടെ എത്തിക്കും. അവൻ എന്നിൽ വസിച്ച് അവന്റെ പ്രവൃത്തികൾ എന്നിൽ പൂർത്തിയാക്കും. ഐ ട്രസ്റ്റ് ഇൻ ഹിം. ഐ നോ ലോങ്ങർ ട്രസ്റ്റ് ഇൻ മൈ വർക്ക്. ഐ ട്രസ്റ്റ് ഇൻ ക്രൈസ്റ്റ്സ് വർക്ക് which will be revealed through me by my faith. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ എത്രയോ അത്ഭുതകരമായ വീണ്ടെടുപ്പ്, ഞങ്ങൾക്ക് ബുദ്ധിക്കൊന്നും ഒതുങ്ങാത്ത ആ വലിയ വീണ്ടെടുപ്പ് കർത്താവ് അങ്ങ് ക്രൂശിൽ ഞങ്ങൾക്ക് പകരക്കാരനായി മരിച്ചു. ഇന്ന് ഞങ്ങൾക്ക് പകരക്കാരനായി ഞങ്ങളുടെ ജീവിതത്തിലൂടെ അവിടുന്ന് ജീവിച്ച ആ നീതിയെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. കർത്താവെ, നന്ദി പറയുന്നു. ദൈവമേ, ഞങ്ങൾക്ക് പറ്റാത്ത ആ പാറയിലേക്ക് ഞങ്ങളെ നടത്തി ഉന്നതമായ നീതിക്ക് ഞങ്ങളെ അവകാശികളാക്കി അത് ഞങ്ങളിൽ സാധിപ്പിച്ചെടുക്കുവാൻ തക്കവണ്ണം കർത്താവ് അവിടെ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ഞങ്ങളുടെ കൃപയ്ക്കായി നന്ദി പറയുന്നു. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ, ഞങ്ങൾക്ക് ആഴമായി ഇത് ജ്ഞാനമായി, പരിജ്ഞാനമായി, വിശ്വാസമായി പരിണമിച്ച കർത്താവെ, ഞങ്ങൾ പാപത്തിന്റെ ദാസ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ആ 300 കിലോ പോലെയുള്ള കഠിനമായ ആ വെയിറ്റ് ആശ്രയിച്ചുകൊണ്ട് അടിമകളായി കർത്താവെ ആ നീതിയുടെ ദാസ്യത്വം അനുഭവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. നന്ദിയോടെ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ.